നൈറ്റ് ട്രെയിനിലേക്ക് ഇന്ന് ദൈവമക്കളോടൊത്ത് ദിവസത്തിനെതിരായിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ബ്രിയ ഗ്രൂപ്പിന്റെ അഡ്മിൻ ആയിരിക്കുന്ന സിസ്റ്റർ ക്രിസ്റ്റി സുബിൻ സിസ്റ്ററെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ഹല്ലേലൂയ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ സമയത്ത് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്ന് പ്രാർത്ഥിപ്പിൻ. ഹല്ലേലൂയ. നാളും നാഴികയും നാം അറിയായതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. ഉണർന്നിരുന്നു പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും. അപ്പം അപ്പച്ചന്റെ വരവ് എപ്പോഴാണെന്ന് അറിയത്തില്ല. ഈ കോവിഡിന്റെ ശേഷം ഒരുപാട് ദേവദാസിമാര് കർത്താവിന്റെ സന്നിധിയില് സൂമിലൂടെയും ഗൂഗിൾ മീറ്റിലൂടെയും ഒക്കെ ഇങ്ങനെ കൂട്ടായ്മ നടത്തുന്നതായിട്ട് അറിയാം. ഹല്ലേലൂയ സ്തോത്രം. എനിക്കും ഉണ്ട് 1-2 ഗ്രൂപ്പ്. ഞാനതൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ഞാൻ എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ കൂട്ടായ്മയുണ്ട്. അപ്പം ഇവിടെ കൂട്ടായ്മയിൽ ഒരു ആന്റി ഇങ്ങനെ പറയാനിടയായി, കഴിഞ്ഞ ദിവസം ദൈവസഭയില് ഭയങ്കരമായിട്ടൊരു പ്രശ്നമുണ്ട്. 2 സഹോദരന്മാര് തമ്മില് ആലയത്തിന്റെ അകത്ത് ദൈവമക്കള് സംസാരിക്കാൻ പാടില്ലാത്ത വാക്കുകളെ ഉപയോഗിച്ച് അവര് വഴക്കിടുക. അപ്പൊ ആന്റി വളരെ ഭാരത്തോടെ ഇന്നലെ വന്നിട്ട് എന്നോട് ഇങ്ങനെ പറയും. എനിക്കത് കേട്ടപ്പം വളരെ ഭാരം തോന്നി. അതിലുപരിയായി എനിക്ക് കരച്ചിലും. ഹല്ലേലൂയ. ആലയത്തെ ഓർത്തുള്ള ഒരു എരിവ്, എന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയും. വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ നിൽക്കുന്നു എന്ന് കരുതുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. അടുത്ത നിമിഷം നമുക്ക് എങ്ങനെയാണെന്ന്, നമ്മൾ ആരാണെന്ന് അറിയത്തില്ല. അതുപോലെ ആയിരിക്കും. നല്ല സാക്ഷ്യത്തോടെ നല്ല ലക്ഷ്യത്തോടെ എഴുന്നേറ്റ അനേകരിന്ന് ദൈവസന്നിധിയില് തെറ്റി നടക്കുന്നതായിട്ട് നമുക്ക് കാണാം. അവരുടെ ഉപദേശമൊക്കെ മാറി അല്ലേ? ആദ്യം പറഞ്ഞതുപോലെ അല്ല, ഇപ്പം വേറൊരു ഉപദേശവും കൊണ്ടാണ് നടക്കുന്നത്. അപ്പൊ അതൊക്കെ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ മുൻപിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ശുദ്ധം ചെയ്ത് മയക്കിയതാണ് അല്ലേ? നമ്മുടെ കർത്താവ് നമ്മുടെ മുൻപിൽ വരച്ച്, പരിശുദ്ധാത്മാവ് നമ്മുടെ ക്രിസ്തുവിനെ നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കെ ഹല്ലേലൂയ. ഓരോ നിമിഷവും നമ്മുടെ കർത്താവിന്റെ പ്രവൃത്തി അനുഭവിച്ചാണ് മുൻപോട്ട് പോകുന്നത്. സിസ്റ്റർ ഓർമ്മിപ്പിച്ചതുപോലെ എൻ്റെ പേര് സിനി വിനോദ്. ഞാനിപ്പോൾ ഇവിടെ ചെങ്ങന്നൂര് കലിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. എനിക്ക് 2 മക്കളുണ്ട്. 2 പേരും എറണാകുളത്താണ്. ഒരാള് ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു, ഒരാള് പഠിക്കുന്നു. എൻ്റെ അച്ചായന് ഒരു 8 വർഷമാകാൻ പോകുന്നു കർത്താവിന്റെ സന്നിധി ചേർക്കപ്പെടാൻ ഇടയായി. ഞങ്ങൾ വെൺമണിക്കാർ. അങ്ങനെയാണ് റീന ചേച്ചി പിന്നെ സിസ്റ്റർക്ക് എന്നെ പരിചയപ്പെടുത്തിയത്. റീന ചേച്ചി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഒരു ചർച്ചിലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഈ കലിമല ചർച്ച് ബോർഡിലേക്ക് ഒരു 6-7 വർഷമായതേ ഉള്ളൂ. അതിന് മുമ്പ് 2000 സ്നാനപ്പെട്ടതാണ്. IPC-യിലായിരുന്നു. ഹല്ലേലൂയ. ഇപ്പൊ കൃപയാലായിരിക്കുന്ന ഒരു കൊച്ചു ചർച്ചാണ്. തുടങ്ങിയതേ ഉള്ളൂ. ഒരു 5-10 കുടുംബമേ ഉള്ളൂ. എങ്കിലും ഒരു അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയാണ്. എൻ്റെ പാസ്റ്റർ ജോബ് തോമസ് പാസ്റ്ററാണ് കലിമലയില്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം അനുഗ്രഹത്തോടെ നടത്തുന്നു. ഞാനിവിടെ കലിശ്ശേരി, ഇവിടെ എല്ലാവർക്കും അറിയാം ആയിരിക്കും, കേഞ്ചറിയ ഹോസ്പിറ്റൽ റോഡ്, ഇവിടെ അടുത്ത് ഏജി ചർച്ചിന്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. കൃപയാല് ആയിരിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനായി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് പ്രിയ മക്കളോട് കൂടി ആയിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. അപ്പായേ, പ്രിയ ദേവദാസി പ്രാർത്ഥിച്ചപ്പോൾ ആവശ്യപ്പെട്ടതുപോലെ ഒരു മാനുഷിക വാക്കല്ല, അവിടുത്തെ ശബ്ദം കേട്ട് ബലപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കും. എന്തെങ്കിലും പറയാനല്ല, ഏതാത്മാവിൽ അവിടുത്തെ തിരുവഴുത്ത് എഴുതപ്പെട്ടോ അതേ ആത്മാവിൽ ഗ്രഹിക്കുവാൻ, പ്രസ്താവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. സമ്പൂർണമായ അടിനെ സമർപ്പിക്കുന്നു, എൻ്റെ മക്കളെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളുടെ ഉള്ളത്തിൽ വസിക്കണമേ, ഞങ്ങളുടെ ഭവനത്തിൽ വാഴണമേ,
ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളത്തിൽ വസിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഉള്ളത്തിൽ വസിക്കണമേ. ഞങ്ങളുടെ ദേശത്തെ അങ്ങ് ഏറ്റെടുക്കണമേ. ആത്മാവിന്റെ നിറവില് ആ സമാധാനത്തിലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഇന്നത്തെ കൂട്ടായ്മ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തതിനായി നന്ദി പറയുന്നു. സകല മഹത്വം അങ്ങേക്ക് യേശു കർത്താവിന്റെ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. പ്രിയപിതാവ് കേൾക്കണമേ. ഹല്ലേലൂയ. നമുക്കൊരു വചനം വായിക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 28, 29, 30 വാക്യങ്ങള്. നാമോ സഹോദരന്മാരെ യിസ്ഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കൾ ആകുന്നു. നാമോ സഹോദരന്മാരെ യിസ്ഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു. എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. തിരുവെഴുത്തോ എന്തു പറയുന്നു? ദാസിയെയും മകനെയും പുറത്താക്കി കളയുക. ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടുകൂടെ അവകാശിയാകയില്ല. അങ്ങനെ സഹോദരന്മാരെ, നാം ഇനി ദാസിയുടെ മക്കളല്ല, സ്വതന്ത്രയുടെ മക്കളത്രേ. ഹല്ലേലൂയ. ഈ വാഗ്ദത്തം, ഈ വചനം നമുക്ക് നന്നായി അറിയാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതപ്പെട്ടതെന്നും അറിയാം അല്ലെ. 21-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, ന്യായപ്രമാണത്തിന് കീഴിലിരിപ്പാൻ ഇച്ഛിക്കുന്നവരെ, നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ലയോ? എന്നോട് പറവിൻ. അബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരുവൻ ദാസി പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്തത്താലും ജനിച്ചിരിക്കുന്നു. ഇത് സാദൃശ്യമാകുന്നു. ഈ സ്ത്രീകൾ 2 നിയമങ്ങൾ അത്രേ. ഒന്ന് സീനാ മലയിൽ നിന്നുണ്ടായി അടിമകളെ പ്രസവിക്കുന്നു. അത് ഹാഗാർ. ഹാഗാർ എന്നത് അറബി ദേശത്ത് സീനായ് മലയെ കുറിക്കുന്നു. അത് ഇപ്പോഴത്തെ യെരുശലേമിനോട് ഒക്കുന്നു. അത് തന്റെ മക്കളോടുകൂടെ അടിമയിലല്ലോ ഇരിക്കുന്നത്. മീതെയുള്ള യെരുശലേമോ സ്വതന്ത്രയാകുന്നു. അവൾ തന്നെ നമ്മുടെ അമ്മ. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ഈ ഹല്ലേലൂയ 1 പത്രോസ് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 5, 6 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നതാണ് നിങ്ങൾ അവളുടെ മക്കൾ ആയിത്തീർന്നു. നമ്മൾ എങ്ങനെയാണ് സാറയുടെ മക്കളായിത്തീരുന്നത്? അത് വിശുദ്ധ പത്രോസ് എഴുതിയിരിക്കുക അല്ലെ. എങ്ങനെയാണ് നമ്മൾ സാറയുടെ മക്കളായി തീരുന്നത്? ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്, നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവരുടെ മക്കളായി തീരും. ഹല്ലേലൂയ. അപ്പൊ ഭീരുക്കൾക്ക്, ഹല്ലേലൂയ, തിന്മ ചെയ്യുന്നവർക്ക് ഈ സാറയുടെ മക്കളായി തീരാൻ പറ്റത്തില്ല. അപ്പൊ സാറയുടെ മക്കളായി തീരണമെങ്കിൽ എന്ത് ചെയ്യണം? നന്മ ചെയ്യണം, ധൈര്യമുള്ളവരായിരിക്കും. ഇതാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അല്ലേ. അപ്പൊ നന്മ ചെയ്യുകയും വേണം, ഭീരുത്വത്തിന്റെ ആത്മാവിലല്ല, ധൈര്യത്വത്തിന്റെ ആത്മാവിൽ അല്ലേ. അപ്പാ പിതാവേ എന്ന് വിളിപ്പാൻ പുത്രത്വത്തിന്റെ ആത്മാവിനാണ് അല്ലേ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം തൊട്ട് പഠിക്കുമ്പോൾ നമുക്കറിയാം, അവകാശി സർവത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. 5-ാം വാക്യം, അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയും ആകുന്നു. നമ്മളെയും ദൈവം ആ പുത്രിയാക്കി, പുത്രനാക്കി വെച്ചിരിക്കുക അല്ലെ. ആരാണ് പുത്രനാകുന്ന? മത്തായി സുവിശേഷം 5-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ആരാണ് പുത്രനാകുന്നത്? സമാധാനം ഇല്ല, സമാധാനം ഉണ്ടാക്കണമെന്ന്. ഹല്ലേലൂയ. നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ കഴിയുമോ? എൻ്റെ വീട് വയനാടാണ്. വയനാട് മാനന്തവാടി എന്ന് പറയും. ഉച്ച പ്രായത്തില്
ഞാൻ അവിടെ ഒരു വിവാഹമൊക്കെ നിശ്ചയിച്ച് ഞാനൊരു RC കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. എൻ്റെ ചാച്ചനും അമ്മച്ചിക്കും ഞങ്ങൾ 5 മക്കളാണ്. ഇന്ന് ചാച്ചനും അമ്മച്ചിയും 2 പേരും കർത്താവിന്റെ സന്നിധി ചേർക്കപ്പെട്ടു. ഞങ്ങൾ 5 പേര്, എൻ്റെ ചേച്ചി, ഞാൻ രണ്ടാമത്തതാ, എൻ്റെ ഇളയവര് 3 പേരുണ്ട്. ഞാനാണ് ഏറ്റവും ആദ്യം വിശ്വാസത്തിൽ വരുന്നത്. എൻ്റെ ചേച്ചിയും കുടുംബവും എൻ്റെ ഇളയ ബ്രദറും കുടുംബവും, ഇന്ന് ഇളയ ബ്രദർ പാസ്റ്ററാണ്, കുടുംബമായി ഒരു കർത്താവിന്റെ വേലയിലാണ്. ചേച്ചി വിശ്വാസത്തിലാണ്. ഇനി 2 പേര് വിശ്വാസത്തിലേക്ക് വരാനുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുടുംബത്തെയൊക്കെ തകർത്തു വാരി എന്ന് പറഞ്ഞാൽ എൻ്റെ സാക്ഷ്യം കേട്ട ദൈവമക്കൾക്ക് എന്നോട് വലിയ സ്നേഹമൊന്നും തോന്നത്തില്ല. ഞാൻ അതുപോലെ എൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കിയിട്ടാണ് ആ വയനാട്ടിൽ നിന്ന് ഈ പിന്നെ വെൺമണി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരുന്നത്. എനിക്ക് അവിടെ വയനാട്ടിൽ ഒരു വിവാഹമൊക്കെ നിശ്ചയിച്ച്, ഞങ്ങൾക്ക് ഈ RCക്കാർക്ക് ഒരു ഇതുണ്ടല്ലോ, ഒരു നിയമമുണ്ട്. ഈ വിവാഹത്തിന് മുമ്പേ 3 മാസം നോട്ടീസ് ബോർഡിൽ പേരിടണം. വിവാഹത്തിന് മുമ്പേ ഇന്നയാളുടെ മകനും ഇന്നയാളുടെ മകളും തമ്മിൽ വിവാഹിതരാകാൻ പോകുന്നു. എന്തെങ്കിലും ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനു മുമ്പേ 3 മാസം മുമ്പേ ചെന്ന് അറിയിച്ചോണം. അതിനു വേണ്ടിയിട്ടാണ് ഈ നോട്ടീസ് ബോർഡിൽ പേരിടുന്നത്. എൻ്റെ പേര് അവിടെ വിവാഹത്തിന്റെ നിശ്ചയിച്ച് അവിടെ പേര് നോട്ടീസ് ബോർഡിൽ ഇട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ ദൈവമക്കളെ. അപ്പോൾ എൻ്റെ ചേച്ചി ഇവിടെ തമിഴ്നാട്ടില് ജോലി ചെയ്യാണ്. അപ്പൊ എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞു, നീ ഇനി എൻ്റെ അടുത്ത് വന്ന് കുറച്ചു നാൾ നിന്നു, വിവാഹത്തിന്റെ സമയമാകുമ്പോ വന്നാ മതി. കാരണം എനിക്ക് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന ഈ കൊച്ചന് ഞങ്ങളുടെ ഇടവകയെ തന്നെയാണ്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഞാൻ എൻ്റെ ചേച്ചിയുടെ അടുത്തേക്കാണ് പോകാനിടയാണ്. അവിടെ വെച്ചാണ് എൻ്റെ ഭർത്താവ്, ഹല്ലേലൂയ, ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ പരിചയപ്പെടുന്നത്. അപ്പൊ എൻ്റെ ഹസ്ബൻഡ് അവിടെ, എൻ്റെ ചേച്ചി അവിടെ ഒരു കമ്പനിയുടെ മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. അവിടെ ജോലി ചോദിച്ചു വന്ന ആളാണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ അവിടെ ചുമ്മാ ജോലി ചോദിച്ചു വന്നതല്ല, ഇവിടെ ഒരു അഡിക്കേഴ്സൊക്കെ ആയിട്ട് ഒളിവി വന്നതാണ്. പുള്ളി ഇവിടെ ബിസിനസ്സാണ്, വണ്ടി കച്ചവടവും വസ്തു കച്ചവടവും ഒക്കെ ആയിട്ട് പോകുന്ന ആളാണ്. എനിക്കിതൊന്നും അറിയത്തില്ല. പുള്ളി ഇങ്ങനെ അവിടെ വന്ന് പിന്നെ ജോലിയൊക്കെ ചോദിച്ച് ചേച്ചിയുടെ കമ്പനി കയറി. അപ്പൊ ഞങ്ങള് ഭയങ്കര ക്രിസ്ത്യഗാനമൊക്കെ പാടി ഇങ്ങനെ നടക്കുക. അപ്പൊ എൻ്റെ പപ്പ ഭയങ്കര മദ്യപാനി എന്ന് പറഞ്ഞ ഒരു ചെറിയ മദ്യപാനിയല്ല, ആ ദേശത്ത് അറിയപ്പെട്ട ഒരു മദ്യപാനി. അപ്പോൾ എൻ്റെ പപ്പ മദ്യപിക്കുന്നത് നിസ്സാരമായിട്ടുള്ള സാമ്പത്തികം കൊണ്ടൊന്നുമല്ല. ഞങ്ങളുടെ ഓരോ വസ്തുവിന്റെ പ്രമാണമൊക്കെ ഇങ്ങനെ കൊണ്ടുവച്ചിട്ടാണ് ചീട്ട് കളിക്കുകയും ഇങ്ങനെ മദ്യപിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒരു മദ്യപാനി ആയ ഒരു പിതാവിന്റെ മകളാണ് ഞാൻ, അറിയപ്പെട്ട ഒരു മദ്യപാനിയുടെ. അപ്പോൾ എനിക്ക് അവിടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന ആ കൊച്ചനും ഒരു മദ്യപാനിയാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്കതൊരു വിഷമുള്ളിലുണ്ടെങ്കിലും നമ്മൾ വീട്ടുകാർ പറയുന്നതനുസരിച്ച് അങ്ങനെ അത് സമ്മതിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ഈ കോയമ്പത്തൂർ വരുന്നതും ഞാൻ അച്ഛനെ കാണുന്നതും വിനോദനെ കാണുന്നതും ഒക്കെ. അപ്പോൾ ഞങ്ങൾ സ്നേഹിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് പോയി. ഹല്ലേലൂയ ദൈവമക്കളെ. 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അറിയാണ് എൻ്റെ അമ്മ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയി, ആത്മഹത്യയിലൂടെ മാറ്റപ്പെട്ടു പോയത്. ഹല്ലേലൂയ. 6 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. അതുപോലെ തന്നെ എനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന ആ കൊച്ചനും ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയി ആത്മഹത്യയിലൂടെ എന്ന് ഞാൻ അറിയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഈ 6 മാസം കഴിഞ്ഞു. ഹല്ലേലൂയ. അന്ന് വീട്ടിൽ നിന്ന് പോന്നു. അവര് എന്തോ എനിക്കറിയത്തില്ല, അവര് പത്രത്തിലൊന്നും കൊടുത്തില്ല. അവർക്ക് മനസ്സിലായി ഞാൻ എൻ്റെ ചേച്ചിയുടെ അടുത്തേക്കാണല്ലോ പോകുന്നത്. ചേച്ചിയും പിന്നെ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഞങ്ങളുടെ കുടുംബം ഈ പാലായിലായിരുന്നു. പിന്നെ അവിടെയായിരുന്നു ചേച്ചി അവിടെയൊക്കെ നിന്നാ പഠിച്ചത്. അപ്പൊ അവിടെയാണ് എൻ്റെ ചേച്ചി അവിടെ താമസിച്ചു. അപ്പൊ എൻ്റെ ചേച്ചിയുടെ അടുത്തേക്കാണ് ഞാനിങ്ങ് പോരുകയൊക്കെ ചെയ്തത്. ഞാൻ അങ്ങോട്ട് വയനാട്ടിലോട്ട് പോയില്ല. അവരുമായിട്ട് യാതൊരു അറിവുമില്ല, വീടിനെ കുറിച്ച് യാതൊരു അറിവുമില്ല. അവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. വീട് മൊത്തത്തിൽ കലങ്ങി മറയുന്ന ഒരനുഭവം. പിതാവ് ഒരു മദ്യപാനിയാണല്ലോ, മാതാവും പോയി. എൻ്റെ ഇളയ സഹോദരങ്ങളുടെ അനുഭവം ദൈവമക്കളോട് പറയണ്ടല്ലോ. അവരതുപോലെ കഷ്ടതയില് വളരാനായിട്ട് ഇടയായി.
ഞാനിവിടെ വന്നു, എന്റെ വീട്ടുകാരെയൊക്കെ തകർത്തേച്ച് വെൺമണി വന്നു. വെൺമണി വന്നപ്പോഴാണ് അറിയുന്നത് അവിടെ എനിക്ക് വിവാഹം നിശ്ചയിച്ച് ആ ചെറുക്കന് മദ്യപാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഞാനിവിടെ വന്നപ്പോൾ സർവകലാവല്ലഭനാണ്. പടയെ പേടിച്ച് പന്തളത്തി എന്നപ്പം അവിടെ പന്തം കുളുത്തി പടാന്ന് പറഞ്ഞ പോലെ ഒരു വീട്ടിലേക്കാണ് ഞാൻ കയറി വരുന്നത്. കൃപയാൽ ദൈവമക്കളെ, 2004 എൻ്റെ അച്ചായനും ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരാനിടയായി. അച്ഛനാണ് ഞങ്ങളെ വിശ്വാസത്തിൽ കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. 2000 ഞാനും എൻ്റെ മമ്മിയും സ്നാനപ്പെടാനിടയാണ്. എൻ്റെ അച്ചായന്റെ മമ്മി. ഹല്ലേലൂയ. ഞങ്ങൾ ഒന്നിച്ച് സ്നാനപ്പെടാനിടയായി. ഞങ്ങളെ വിശ്വാസത്തിൽ കൊണ്ടുവന്നത് അച്ഛനാണ്. ഞങ്ങൾ ഈ വെൺമണി ക്രൂസൈഡൊക്കെ നടത്തുന്ന ഈ സൈമൺ പാസ്റ്ററാണ് ഞങ്ങളെ വിശ്വാസത്തിൽ കൊണ്ടുവന്നത്. അങ്ങനെയൊക്കെ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരാനുണ്ടായ അനുഭവം. എൻ്റെ മോൻ ജനിച്ചപ്പോൾ അവന് മേലെണ്ണാക്ക് ഇല്ല. ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞിനെ കാണുന്നത്. ഹല്ലേലൂയ. ജനിച്ചപ്പോ തന്നെ ഇങ്ങനെ ഒരു കുഞ്ഞിനെ, ആദ്യത്തെ ശിക്ഷയാണ് എൻ്റെ കർത്താവിന്റെ ആദ്യത്തെ അടി എനിക്ക്. ഹല്ലേലൂയ. യാക്കോബിനോട് ദൈവം പറയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, പക്ഷേ ഞാൻ നിന്നെ ശിക്ഷിക്കാതെ വിടത്തില്ല. അറിവില്ലായിരുന്നു ദൈവമക്കളെ. ഹല്ലേലൂയ. ഇവിടെ വന്നു, കുഞ്ഞിനിങ്ങനെ ഒരു വിഷയം വന്നു. ദേവദാസൻ വീട്ടിൽ കടന്നു വരാനിടയായി. ദേവദാസൻ ഞങ്ങളുടെ വീട് തേടി വന്നതല്ല, റോഡിൽ വെച്ച് എൻ്റെ അച്ഛന് പാസ്റ്ററെ കാണാനിടയായി. കണ്ടപ്പോൾ ഇങ്ങനെ പറയാനിടയായി, എൻ്റെ മോൻ ഇങ്ങനെ സംഭവിച്ചു. അപ്പം എൻ്റെ അച്ഛന് നല്ല പരിചയമുള്ള പാസ്റ്ററായിരുന്നു, ഒരു നേരത്തെ അറിയാവുന്ന കൂട്ടുകാരായിരുന്നു. അപ്പൊ എൻ്റെ മോൻ ഇങ്ങനെയാണ് പാസ്റ്ററെ, വീട്ടിൽ വന്നു ഒന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു. പാസ്റ്റർ വീട്ടിൽ വന്നു, പ്രാർത്ഥിച്ചു. എൻ്റെ മോൻ ഇപ്പൊ കണ്ടാൽ പോലും ഒരു കുഴപ്പവും ഇല്ല. അവനൊരു മിടുക്കനായൊരു കുഞ്ഞാണ്. അവനിന്ന് 26 വയസ്സായി. അവൻ മിടുക്കനാണ്. ഹല്ലേലൂയ. പക്ഷെ അവനിലൂടെയാണ് ഞങ്ങൾ ഈ രക്ഷയിലേക്ക് പ്രവേശിക്കാനിടയായത്. ഹല്ലേലൂയ. ഒരുപാട് എനിക്ക് ഈ പെന്തക്കോസ്തുകാരെന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അറിവില്ലായിരുന്നു. ഈ ആർസിക്കാർക്കൊക്കെ പെന്തക്കോസ്ത് എന്ന് കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കള്ളന്മാരാണെന്നാ പറയുന്നത്. പെന്തക്കോസ്തുകാര് കള്ളന്മാരാന്നാ പറയുന്നത്. ഇവിടെ വന്നപ്പോഴല്ലേ സത്യം അറിയുന്നത്. ഹല്ലേലൂയ. വിശ്വാസത്തിൽ വന്ന് സ്നാനപ്പെട്ടപ്പോഴൊന്നും വലിയ അറിവൊന്നുമില്ല. ആഭരണമൊക്കെ ഊരിയപ്പോ ഭയങ്കര വിഷമമൊക്കെ തോന്നി. പക്ഷേ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പെന്തക്കോസ്ത് എന്താണ്, ആരാധന എന്താണ്, ദൈവമക്കൾ എന്താണ്, ദൈവിക കൂട്ടായ്മ എന്താണെന്ന് അറിയുന്നത്. ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നവര് അഭിഷേകം പ്രാപിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ 21, 40, 7, 3 ഒക്കെ ഇരുന്ന് അഭിഷേകം പ്രാപിക്കാനായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ. അഭിഷേകം പ്രാപിക്കുമ്പോൾ തന്നെ വെളിപ്പാടിലൂടെയാണ് അഭിഷേകം പ്രാപിക്കുന്നത്. എനിക്ക് കർത്താവ് വെളിപ്പാട് തന്നു. അന്നു മുതൽ എന്നെ ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവ് ഒരുക്കിക്കൊണ്ടേയിരുന്നു. ദൈവമക്കളെ, ബിസിനസ് അല്ല. അപ്പം ആദ്യം വിശ്വാസത്തിൽ വന്നേച്ചു 1 വർഷം പതുക്കെ പിന്മാറ്റത്തിലേക്ക് അങ്ങ് പോയി. മോന്റെ സർജറി ഒക്കെ കഴിഞ്ഞപ്പോൾ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് ചർച്ചിലൊക്കെ പോയതാ. സഭയിൽ ചെന്നു. അവിടെ മോന്റെ സർജറി ഒക്കെ കഴിഞ്ഞപ്പോ ഓക്കെ ആയല്ലോ, ഇനി എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ, ആഭരണം ഒന്നും ഊരണ്ടാന്നൊക്കെ വിചാരിച്ച് തിരിച്ചു പോയി കഴിഞ്ഞപ്പോഴാണ് കടഭാരത്താൽ കർത്താവ് ഞങ്ങളെ പിടിക്കാൻ തുടങ്ങി. വലിയ കടഭാരം, ബിസിനസ് തകർന്നു, കടഭാരം അനുഭവിക്കാൻ ഇടയായി. അങ്ങനെ വീണ്ടും ദൈവസഭയിലേക്ക് ഓടാൻ തുടങ്ങി. അങ്ങനെ അവിടെ ചെന്നു 2002 അഭിഷേകം പ്രാപിക്കാനായിട്ട് കർത്താവ് കൃപ ചെയ്തു. 2005 മുതൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് കർത്താവ് കൃപ ചെയ്തു. കാരണം എൻ്റെ അച്ചായന് ആദ്യത്തെ അറ്റാക്ക് 2005 അപ്പോൾ ജോസ്കോ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുക. അന്ന് കാറയില് ഒരു ഫ്രണ്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ എന്റെ മടി കിടന്നുകൊണ്ട് കർത്താവിനോട് പറയാണ്, അപ്പായേ എന്നെ പോലെ ഉള്ളവരെ ഞാൻ ഈ രക്ഷയിലേക്ക് കൊണ്ടുവന്നോളാം, എനിക്ക് ഒരു ആയുസ്സും കൂടെ തരണേ എന്ന് പറഞ്ഞ് ദൈവത്തോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. കർത്താവ് 13 വർഷം ആയുസ് കൊടുക്കാനിടയായി. 2012 ബൈപ്പാസ് ചെയ്യാൻ പറഞ്ഞതാ, ബൈപ്പാസ് ഒന്നും ചെയ്തില്ല. ഹല്ലേലൂയ. വിശ്വാസത്തിലായിരുന്നു ജീവിച്ച ഒരുപാട് ചെറുപ്പക്കാരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന ഒരാളാണ് എൻ്റെ പ്രിയപ്പെട്ടവൻ. കർത്താവിന്റെ സന്നിധി ചേർക്കപ്പെടുമ്പോൾ എനിക്ക് 35 ലക്ഷം രൂപ കടവും വാടക വീടും 2 മക്കളും 2018 ദൈവമക്കളെ. ഹല്ലേലൂയ. ഈ കടഭാരം ഞങ്ങൾക്ക് ഈ കോടുകുളഞ്ഞി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അത് സൂപ്പർ മാർക്കറ്റ് ആയിട്ട് ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ്. അത് തകർന്ന് പിന്നെ ഞങ്ങൾക്ക് അതിന് മേളിലായിട്ടൊരു ചിക്കൻ കടയുണ്ട്. ഈ സൂപ്പർ മാർക്കറ്റിലെ സാധനങ്ങളെല്ലാം കൂടെ ചിക്കൻ കട വൃത്തിയാക്കി
അവിടേക്ക് മാറ്റി. അതായി പിന്നെ ഞങ്ങളുടെ കട. അത് പിന്നെ ഞങ്ങൾ സ്വന്തമായി വാങ്ങിച്ചു. അവിടെയും ബിസിനസ് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഒരുപാട് തകർച്ചയും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കാണെങ്കിൽ പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവും, ഒരറിവും, ഒരു മുട്ടായി മേടിക്കാൻ കടയിൽ പോകാൻ അറിയത്തില്ല. ഇങ്ങനെ ഒരാള്. വീട്ടുകാരെല്ലാം ഉപേക്ഷിച്ചു. വീട്ടിലോട്ട് പോകാൻ പറ്റത്തില്ല. അച്ഛൻ്റെ വീട് വെൺമണിയില്ല. ഒരു സാധു കുടുംബം. ഇവിടെ പപ്പ പോലീസിലായിരുന്നു, മമ്മി നേഴ്സായിരുന്നു. അവർ ആലപ്പുഴ പോലീസ് ക്വാർട്ടേഴ്സിലായിരുന്നു. പപ്പ സസ്പെൻഷനിലായിരുന്നപ്പോഴാണ് മരിച്ചത്. അതുകൊണ്ട് ഞങ്ങളുടെ മമ്മിക്ക് പെൻഷനും ഇല്ല. അപ്പൊ ഇവിടെ ഒരു കുറച്ച് വസ്തു മേടിച്ചിട്ട് ഇപ്പോഴാ ചേട്ടൻ അവിടെ ഒരു വീട് വെച്ചത്. ഞങ്ങൾ അന്ന് തൊട്ട് റെന്റിന് താമസിക്കുക. ഇന്നും ഞാൻ റെന്റിന് താമസിക്കുകയാണ്. കൃപയാൽ എന്റെ 35 ലക്ഷം രൂപയിൽ കടം വീട്ടി. ഹല്ലേലൂയ. എന്റെ മോൻ പഠിച്ചു കഴിഞ്ഞു, എന്റെ മോള് പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ അപ്പ ആർക്കും കടക്കാരനല്ല. ഞാനിങ്ങനെ 2018 ഞാനിങ്ങനെ എൻ്റെ അച്ഛൻ പോയ സമയത്ത് എനിക്ക് അറിയത്തില്ല ദൈവമക്കളെ, എനിക്ക് എങ്ങനെയെങ്കിലും 2010 മുതൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എൻ്റെ അപ്പച്ചൻ ദർശനത്തിൽ എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കാനായിട്ട് ഇടയായി. അതെനിക്കും കർത്താപ്പച്ചനും മാത്രമേ അറിയത്തുള്ളൂ. ഹല്ലേലൂയ. ഇത് നമുക്ക് അപ്പൊ നമ്മളെ ഒരുക്കുന്നത് വേറൊരാൾക്കും മനസ്സിലാകത്തില്ല. ഹല്ലേലൂയ. അന്ന് ഞാൻ ഈ കൊല്ലട് ഒരു സ്റ്റിച്ചിങ് സെന്റർ നടത്തുകയാണ്. അപ്പൊ അവിടെ ഒരു റെഡിമെയ്ഡിന്റെ ഒരു സ്റ്റിച്ചിങ് സെന്റർ, ഇത് വലിയ ഒരുപാട് പിന്നെ സാമ്പത്തികവും ചെലവാക്കി എൻ്റെ അച്ഛൻ എനിക്കൊരു സ്റ്റിച്ചിങ് സെന്റർ ഇട്ട് തന്നു. അതൊക്കെ അപ്പോൾ ഞാനത് പെട്ടെന്ന് എൻ്റെ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ സമർപ്പിച്ച് ഞാൻ ഇറങ്ങാനിടയായി. ചുമ്മാ ഒന്നും സമർപ്പിച്ചതല്ല. ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച ഞാനിങ്ങനെ അവിടെ അന്ന് പഠിക്കാൻ പിള്ളേര് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പെട്ടെന്ന് അന്ന് വെള്ളിയാഴ്ച ചർച്ചിലൊന്നും പോകുന്നില്ല, സൺഡേ മാത്രമേ പോകുന്നുള്ളൂ. ഞാനിങ്ങനെ എൻ്റെ കൈ ഇങ്ങനെ ചുമ്മാതെ എൻ്റെ കാലേ കൂടി ഇങ്ങനെ വെച്ചപ്പോൾ എൻ്റെ ഈ കാലിന്റെ ഈ ഭാഗത്തായിട്ട് ഒരു ഓറഞ്ചിന്റെ വലിപ്പമുണ്ട് ഒരു പഴം. പെട്ടെന്ന് ഞാനത് വലിയ കാര്യമാക്കിയില്ല, എങ്കിലും ഉള്ളിലൊരു തീ കത്തുന്ന പോലെ ഒരു അനുഭവം വന്നു. പെട്ടെന്ന് ഞാന് വൈകുന്നേരം ആയപ്പം വീട്ടിൽ പോയി. പിറ്റേ ദിവസം ഞാന് ഇതൊക്കെ എൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഞാൻ വലിയ കാര്യമാകുന്നു. ഇവിടെയാണോ ക്യാൻസർ വരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കുക. അപ്പൊ പെട്ടെന്ന് ശനിയാഴ്ച പിള്ളേര് സ്കൂളിൽ പോയിട്ടില്ല, വീട്ടിലുണ്ട്. ഇവര് അപ്പം ഒരു TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. റിമോട്ടിന് രണ്ടുപേരുടെ അടിവിട്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഞാന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക, വീട് ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞാന് പെട്ടെന്ന് ഇവരെ ശാസിച്ചുകൊണ്ട് ഞാൻ ഇവരുടെ അടുത്തേക്ക് വന്നപ്പോൾ മോൻ ഒരു ആഫ്രിക്കയിൽ നടക്കുന്ന ഒരു ശുശ്രൂഷയുടെ CD ഇട്ടുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ നോക്കിയപ്പോൾ എവിടൊക്കെയാ ക്യാൻസർ എന്ന് എനിക്കറിയാം. അതുപോലെ കുറെ ആൾക്കാർ, ഒരു അഭിഷിക്തൻ ദൈവത്തിന്റെ ആത്മാവില് അവിടെ വലിയ ശുശ്രൂഷ നടക്കുകയാണ് ആ ദൈവദാസനിലൂടെ. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുക, നീയല്ലേ പറഞ്ഞ അവിടെ ക്യാൻസർ വരത്തില്ലെന്ന്, നോക്കാൻ. കാലില്ല, കൈയില്ല, മുഖമില്ല, കണ്ണില്ല, ഇങ്ങനെ ക്യാൻസർ രോഗികൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഞാന് ചൂല് അറിയാതെ എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണു. പെട്ടെന്ന് എനിക്ക് അവിടെ ഒരു പ്രാർത്ഥനാ റൂമുണ്ട്. ഞങ്ങള് 2005 മുതൽ താമസിക്കുന്ന വീട്ടിലെല്ലാം ഞാൻ ഒരു ബെഡ്റൂം പെട്ടെന്ന് പ്രാർത്ഥനാ റൂമാക്കി ഒരുക്കാറുണ്ട്. ആ റൂമില് ഞാൻ പെട്ടെന്ന് അവിടെ ചെന്ന് ഞാൻ ഡോർ അടച്ചിട്ടിട്ട് മുട്ടയിൽ നിന്നിട്ട് 2 കൈ മേളിലോട്ട് ഉയർത്തിയിട്ട് ഞാൻ അപ്പായോട് പറഞ്ഞു, അപ്പായേ എനിക്ക് ലോകം മുഴുവൻ കടമാ. എനിക്ക് അപ്പനില്ല, അമ്മയില്ല. അപ്പനുണ്ട്, ഉണ്ടെങ്കിലും ഇല്ലാത്തതുപോലെ. കഴിഞ്ഞ വർഷമാണ് എൻ്റെ പപ്പ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. ഹല്ലേലൂയ. എനിക്ക് ആരുമില്ല, എനിക്ക് വീട്ടുകാരില്ല, എനിക്ക് എൻ്റെ അപ്പ മാത്രമേ ഉള്ളൂ. ഇതാ ഞാൻ എൻ്റെ സ്റ്റിച്ചിങ് സെന്ററിന്റെ താക്കോല്, എനിക്കത് വേണ്ട, ഞാൻ അവിടുത്തെ വേല ചെയ്തോളാം, എന്നെ സൗഖ്യമാക്കിയേ മതിയാവും, എനിക്ക് അങ്ങല്ലാതെ എനിക്ക് വേറെ ആരുമില്ല. ഞാൻ ഈ താക്കോല് എൻ്റെ അപ്പായുടെ കയ്യിലോട്ട് കൊടുക്കുക. ഹല്ലേലൂയ. അങ്ങനെ എത്ര നേരം ഞാൻ മുട്ടയിൽ നിന്ന് കരഞ്ഞെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സ് കണ്ണുനീരും കൊണ്ട് നനഞ്ഞു. ഹല്ലേലൂയ. ഞാൻ എഴുന്നേറ്റു. എപ്പോഴാ എഴുന്നേറ്റെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഒരു 3:30 ആയപ്പോൾ ഞാൻ എൻ്റെ കാലെ നോക്കിയപ്പോൾ ആ മുഴ എൻ്റെ കാലിലില്ല. പിറ്റേ ദിവസം തൊട്ട് എനിക്ക്, അന്ന് സൺഡേ ആണല്ലോ, തിങ്കളാഴ്ച മുതൽ ഞാൻ കടയിൽ പോകത്തില്ല. ഭയങ്കര നല്ലൊരു വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണല്ലോ, അറിയാമല്ലോ. പെട്ടെന്ന് എൻ്റെ അച്ചായനും ഞാനും ശത്രുക്കളാകാൻ തുടങ്ങി.
വീട്ടിൽ പ്രശ്നങ്ങൾ തുടങ്ങി. ഹല്ലേലൂയ. ഒരു സാമ്പത്തിക സ്രോതസ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ വീടിനകത്ത് നമ്മൾ പോലും അറിയാതെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അച്ഛൻ എന്നോട് വഴക്കിടാൻ തുടങ്ങി. നീ എത്രയും രൂപ ഞാൻ മുടക്കി, ഞാൻ ഒരു സ്ഥാപനം വിട്ട് വന്നിട്ട് നീ അതിനെ നിസ്സാരമായി കാണുവാണോ? ഒരുപാട് പേരുടെ കല്യാണത്തിന്റെ ഡ്രസ്സൊക്കെ മേടിച്ച് ഇങ്ങനെ മേടിച്ചു വെച്ചിരിക്കുക. ഞാൻ എൻ്റെ കർത്താവിന് താക്കോല് കൊടുത്തത് കൊണ്ട്, എനിക്ക് എൻ്റെ അപ്പായുമായി ഞാൻ ഒരു ഉടമ്പടി ചെയ്തത് കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ ധൈര്യപ്പെട്ട് ഇങ്ങനെ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ തയ്യൽ പഠിച്ചതൊന്നുമല്ല. ഞാന് ഇവിടെ വെൺമണി വന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഉപജീവന മാർഗത്തിന് ഒരു മാർഗവും ഇല്ല. ഞാൻ അന്ന് വയനാട്ടിൽ നിന്ന് ഇങ്ങനെ തയ്ക്കാൻ എൻ്റെ അമ്മച്ചി, അവിടെ ഒരു മഠമുണ്ട്, അവിടെ എൻ്റെ അമ്മ എന്നെ തയ്യൽ ചുമ്മാ മിഷ്യൻ ചവിട്ടാനൊക്കെ എന്നെ പഠിപ്പിക്കാൻ ചുമ്മാ വെക്കേഷൻ എന്നെ വിട്ടു. ഞാൻ തന്നെ പഠിച്ചത് അതേ മക്കളെ തയ്യൽ. എന്റെ സ്നാനപ്പെട്ടതിന് ശേഷമാണ് എൻ്റെ കർത്താവ് എനിക്ക് തന്നൊരു കഴിവാ. അതെന്തിനു വേണ്ടിയായിരുന്നു? അല്പസമയത്തേക്ക് എൻ്റെ കുഞ്ഞിന് സർജറി നടക്കാനുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട്. എൻ്റെ അച്ഛൻ ഇങ്ങനെ ചില പ്രശ്നങ്ങളിലൂടെ എല്ലാം കടന്നു പോയിക്കൊണ്ടിരുന്നതുകൊണ്ട് അതിൽ നിന്നൊക്കെ ഒരു വിടുതൽ ഞങ്ങൾക്ക് വേണമായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പോയി. പക്ഷെ എൻ്റെ കർത്താവിന് എന്നെയും കൊണ്ട് ആവശ്യമുണ്ടായിരുന്നു. ഞാൻ ഈ കർത്താപ്പശന് വേണ്ടി ഇറങ്ങിയെങ്കിലും എന്നെ പൂർണ്ണമായിട്ട് ഇറക്കത്തില്ല. ഞാനിങ്ങനെ ഭയങ്കര ആത്മഭാരമാ. എൻ്റെ അച്ഛൻ കടയിലോട്ട് പോകുമ്പോൾ ദൈവമക്കളെ, ഞാനിങ്ങനെ ഗേറ്റിന്റെ അവിടെ ഒരു ഷോളൊക്കെ പുതച്ച് ഒരു അട്രാക്റ്റീവ് എടുത്തോണ്ട് നിൽക്കും. ഹല്ലേലൂയ. എനിക്ക് എങ്ങനെയെങ്കിലും സുവിശേഷ വേല ചെയ്യണം. എനിക്ക് അനേകരോട് സുവിശേഷം പറയണം. എനിക്ക് അങ്ങ് ഒരു ആർത്തിയാണ്. എനിക്ക് എങ്ങനെയെങ്കിലും സുവിശേഷം അറിയിക്കണം. അനേകർക്ക് ഞാനിങ്ങനെ ട്രാക്റ്റ് കൊടുക്കും. ഹല്ലേലൂയ. അപ്പൊ ഞാൻ അച്ഛനോട് പറയാം, അച്ഛാ എനിക്ക് ഇന്ന ദേശത്ത് എനിക്ക് ട്രാക്റ്റ് കൊടുക്കാൻ പോകണം, എന്നെ ഒന്ന് കൊണ്ടുവിടാമോ? അപ്പൊ അച്ഛൻ പറയും, ജോലിയും വേലയില്ലാത്ത കുറെ സഹോദരിമാർ ഇറങ്ങിയിട്ടുണ്ട്, കർത്താവിന്റെ നാമം ദുഷിക്കപ്പെടാൻ. ജോലിയും വേലയില്ല, ചുമ്മാ അങ്ങ് വീടുകളിൽ കൂടെ കയറി ഇറങ്ങി നടക്കും, നീ അതുപോലെ പോകാനാണോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. എനിക്ക് അങ്ങനെയല്ല, എനിക്കെങ്ങനെയുള്ളൂ. അപ്പൊ എനിക്ക് അവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന ഒരു ആന്റിയുണ്ട്. ആന്റിയുടെ കയ്യിൽ ഞാൻ നന്മ പൈസ കൊടുത്തിട്ട് പറയും, എനിക്ക് കുറച്ച് ട്രാക്റ്റ് അടിച്ചുകൊണ്ട് തരാൻ പറയും. ആന്റി ആരും അറിയാതെ എനിക്ക് ട്രാക്റ്റ് അടിച്ചുകൊണ്ട് തരും. ഇങ്ങനെയൊക്കെയായിരുന്നു ഞാൻ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ അച്ഛൻ എന്നെ പൂർണ്ണമായിട്ടൊന്നും ഇറക്കാൻ സമ്മതിച്ചില്ല. 2018 എൻ്റെ അച്ഛൻ കർത്താവിന്റെ സന്നിധി 2-ാം മാസം ചേർക്കപ്പെട്ടു. 3-ാമത്തെ മാസം ദൈവമക്കളെ, എൻ്റെ ദൈവസഭയില് എങ്ങനെയാ ഈ ദേവദാസനും സഭയൊക്കെ ഞങ്ങളെ ഓർത്ത് ഭാരപ്പെട്ടിരിക്കുക. കാരണം എന്നാ, 35 ലക്ഷം രൂപ കടം, 2 മക്കള്, വാടക വീട്. എനിക്കാണെങ്കിൽ യാതൊരു അറിവുമില്ല. അപ്പം ദേവദാസന് സഭയൊക്കെ തീരുമാനമെടുത്തു. കൊടുകുളഞ്ഞി ഞങ്ങൾക്ക് 2 മുറിക്കട കിടപ്പുണ്ട്. സിസ്റ്ററെ, ഞങ്ങള് ഒരു ബേക്കറി ഇട്ട് തരാം, അല്ലെങ്കിൽ ഒരു തുണിക്കട ഇട്ട് തരാം, സിസ്റ്റർക്ക് മക്കളെ വളർത്തണ്ടേ. ഹല്ലേലൂയ. അപ്പൊ ഞാനൊന്നും മിണ്ടിയില്ല, ആരോടും ഒന്നും മിണ്ടിയില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. ഒരു ദിവസം ഞാൻ ദേവദാസനോട്, ഒരു സൺഡേയില് ഞാൻ എൻ്റെ ദേവദാസനോട് പറഞ്ഞു, പാസ്റ്ററെ എനിക്കൊരു സാക്ഷ്യം പറയണം, എനിക്കൊരു 10 മിനിറ്റ് തരാമോ എന്ന് ചോദിച്ചു. ദേവദാസൻ പറഞ്ഞു, സിസ്റ്റർ പറഞ്ഞോളാം. ഞാൻ ഫ്രണ്ടിൽ ചെന്നിട്ട് കർത്താവിന്റെ കുഞ്ഞുങ്ങളോട് പറയാനിടയായി, ദൈവമക്കളെ, നിങ്ങൾ ആരും എനിക്ക് തുണിക്കടയിട്ട് തരണ്ട, എനിക്ക് ബേക്കറി ഇട്ട് തരണ്ട, ഞാൻ എൻ്റെ കർത്താവിന്റെ വേലയ്ക്കാണ്. ഇത് കേട്ടപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ദൈവമക്കളും സഭയും എല്ലാം നിശബ്ദമായി. കാരണം ഒരു ദൈവദാസന്മാരുടെ നീണ്ട നിര ആ ദൈവസഭയിൽ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ മെയിൻ പാസ്റ്റർ ആണ് അവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് പോകുന്നത്. അപ്പൊ ഇവരും നിശബ്ദമായിരിക്കാൻ കാരണം, ഈ കൂട്ടത്തിൽ ഇനി ഞാനും എണ്ണപ്പെടുമല്ലോ എന്ന് വിചാരിച്ച. ഹല്ലേലൂയ. ദൈവമക്കളെ, ആ ഒരു കൂട്ടത്തിൽ എണ്ണപ്പെടാൻ എൻ്റെ അപ്പ അനുവദിച്ചില്ല. ഞാൻ എൻ്റെ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങി. ഞാൻ എൻ്റെ വീട്ടിലൊരു കൂട്ടായ്മ തുടങ്ങി. അവിടെ അടുത്തുള്ള ആദ്യം, ഞാനൊരു ഇളയ വിധവയാണ്, എന്നോട് അടങ്ങി പാർക്കാൻ ആ തിരുവചനം പഠിപ്പിച്ചിരിക്കുന്നത്. ഞാൻ വീട്ടിലൊരു ചെറിയ കൂട്ടായ്മ, എല്ലാ വ്യാഴാഴ്ചയും എനിക്ക് കൂട്ടായ്മയുണ്ട്. പ്രാർത്ഥിക്കാൻ ഉള്ളവരൊക്കെ, ആന്റിമാരൊക്കെ കടന്നു വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ വീട്ടിൽ കൂട്ടായ്മ തുടങ്ങി. 1 വർഷമായപ്പോൾ ആ സഭയില് ഈ ദശാംശം കൊടുക്കുന്ന ഒരു ലിസ്റ്റ് ഇടാറുണ്ട്. അതിലേറ്റവും കൂടുതൽ ദശാംശം കൊടുത്തത് സിനി വിനോദാണ്. ഹല്ലേലൂയ. അതിന്റെ ശേഷമാണ് ഹല്ലേലൂയ എല്ലാവരും എന്നോട് മിണ്ടാൻ തുടങ്ങി.
സുവിശേഷ വേലയ്ക്ക് ഒരാൾ ഇറങ്ങുന്നു കേൾക്കുമ്പോൾ എല്ലാവരും സന്തോഷത്തോടെ നമ്മളെ സ്വീകരിച്ച് കയ്യെ പിടിച്ച് ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യത്തില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാ നമ്മൾ കടന്നു പോകുന്നത്. ഹല്ലേലൂയ. കർത്താവ് എന്നെ എവിടെയും ഈ നിമിഷം വരെ നല്ല ഭക്ഷണം തന്ന്, നല്ല വസ്ത്രം തന്ന്, നല്ല പാർപ്പിടം തന്ന് സമൃദ്ധിയായി യേശുവിനെ നടത്തിക്കൊണ്ടിരിക്കും. ചില വിഷയങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. എങ്കിലും എവിടെയും അപമാനിക്കപ്പെടുവാൻ എന്റെ കർത്താവ് ഇന്നുവരെ എന്നെ അനുവദിച്ചിട്ടില്ല. ഒരു ദിവസം എനിക്കറിയാം, അവിടെയായിരുന്ന പഴയ വീട്ടിലെ, ഇപ്പൊ ഇവിടേക്ക് വന്നിട്ട് 1 വർഷമായുള്ളൂ. പഴയ വീട്ടിൽ എനിക്കറിയാം എനിക്ക് വാടക കൊടുക്കാനില്ല. ഞാൻ എൻ്റെ മക്കളുടെ കൈപിടിച്ച് രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വചനം ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു ദൂത് ഈ മക്കളോട് സംസാരിക്കാനുണ്ട്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ മക്കളുടെ കൈപിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് പിറ്റേ ദിവസം വാടക കൊടുക്കണം. കാരണം ഞാനൊരു സുവിശേഷകയാ. റെന്റ് കൊടുത്തില്ലെങ്കിൽ അവരെന്നെ ഇറക്കി വിടത്തില്ല. ഹല്ലേലൂയ. കാരണം ഞാനൊരു വിധവയായതുകൊണ്ട്, അവർ ദൈവമക്കളായതുകൊണ്ട്. പക്ഷെ അവരെന്നോട് പറയും, സിസ്റ്ററെ വീടൊന്ന് മാറിത്തരണേ എന്ന് പറയും. അതുകൊണ്ട് ഞാൻ കർത്താപ്പച്ചനോട് പറഞ്ഞപ്പായേ എനിക്ക് വാടക കറക്റ്റ് സമയത്ത് കൊടുക്കണം. ഞാൻ 2 പേരുടെ കൈപിടിച്ച് രാത്രി പ്രാർത്ഥിക്കുക. പിറ്റേ ദിവസം ഒരു ആന്റി പ്രാർത്ഥിക്കാനായിട്ട് വരിക. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പോകാൻ നേരത്തെ ദൈവമക്കൾക്ക് കേൾക്കണമോ, ഞാൻ എത്ര രൂപയാണോ വാടക കൊടുക്കേണ്ടത് അത്രയും രൂപ ആന്റി എനിക്ക് തന്നിട്ട് പോവുക. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ തന്നെ എൻ്റെ മോന്റെ ഫീസ് അടയ്ക്കാനില്ല. കോളേജിൽ നിന്ന് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആരോട് ചോദിച്ച് എനിക്ക് പരിചയമില്ല. യാചിച്ചോ ഒന്നും എനിക്ക് വലിയ പരിചയമില്ല ദൈവമക്കളെ. ജോലി ചെയ്യാനും അറിയത്തില്ല. ഹല്ലേലൂയ. അച്ഛൻ വല്ലതും കൊണ്ടത്തരും, കഴിക്കും, അങ്ങനെ ഇരുന്ന ഒരാളാ. ഒന്നും അറിയത്തില്ല. ആളെ തകർന്നിരിക്കുക. യാചിക്കാനും അറിയത്തില്ല. ഒന്നുമില്ല, കുടുംബത്തിലും ഒന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ ദൈവസന്നിധിയില് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ മോള്, ഞാനിങ്ങനെ പറയുക, എൻ്റെ മോനും ഇവിടെ അന്ന് എറണാകുളത്ത് പഠിക്കുക. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയാ പറയുന്നേ, കർത്താപ്പച്ച എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കാൻ എനിക്കൊരു സ്പോൺസറെ തരണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, എൻ്റെ മോൾ എന്നോട് പറയാ, മമ്മി എന്തിനാ വിഷമിക്കുന്നേ, യേശുപ്പച്ചനല്ലേ അവന്റെ സ്പോൺസർ. ഹല്ലേലൂയ. എൻ്റെ മോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, അന്ന് എൻ്റെ കുഞ്ഞു പറഞ്ഞതുകൊണ്ട് ഞാൻ ഏറ്റെടുത്തു. അതുപോലെ തന്നെ ഹല്ലേലൂയ ഒരാന്റിയെ കർത്താവിരിക്കുന്നു. നമ്മുടെ അപ്പച്ചൻ ആർക്കും കടക്കാരനല്ല. ഇന്നും ആ ഭാവാന്റി പറ്റുന്നത് പോലെ എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കൂടപ്പിറപ്പിനെ സഹായിക്കുന്നത്. എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയിട്ടില്ല, പോകാൻ പറ്റത്തില്ല. ഞാന് എൻ്റെ കുടുംബത്തെ വിഷമിപ്പിച്ചിട്ട് വന്നു. മിണ്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ സഹോദരങ്ങളൊക്കെ പലപ്പോഴും സഹകരിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കാൻ പോകാറില്ല. അങ്ങനെ പോകാൻ പറ്റത്തില്ലല്ലോ. അതാണല്ലോ ഞാൻ എൻ്റെ വീടിനോട് ചെയ്തത്. എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ ഇങ്ങനെ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, മാതാപിതാക്കളുടെ അനുഗ്രഹമില്ലാതെ ഒരൊറ്റ മക്കളും കുടുംബജീവിതത്തിൽ പ്രവേശിക്കരുത്. മാതാപിതാക്കളുടെ അനുഗ്രഹം നമുക്ക് ഏറ്റവും ആവശ്യം. 19 വർഷം കണ്ണുനീര് തോരാതെ ബെഡ്റൂമിൽ ഒരു പായി വിരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. എൻ്റെ അച്ഛൻ പോയി കഴിഞ്ഞതിന് ശേഷം ബെഡ്റൂമിൽ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയാ ഞാൻ പുറത്തിറങ്ങാൻ തുടങ്ങിയത്. ദൈവമക്കളെ, അതുപോലെ എൻ്റെ കുടുംബത്തെ വിഷമിപ്പിച്ചു. ആ ഒരു വേദന എനിക്കുണ്ട്. ഞാന് ഈ സാക്ഷിയൊക്കെ പറയുമ്പോ എൻ്റെ ആന്റിമാര് പറയാറുണ്ട്, അവരെവിടെയെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് എന്നെ വിളിച്ചോണ്ട് പോകാറുണ്ട്. അപ്പൊ പറയും, സിനി സാക്ഷ്യം പറയണ്ട, കാരണം എല്ലാരും അനുഗ്രഹിക്കുന്ന ഒരു സാക്ഷ്യമല്ലല്ലോ എന്റെ. അതുകൊണ്ട് അറിവില്ലായ്മയിൽ ചെയ്തതാ ദൈവമക്കളെ. ഹല്ലേലൂയ. അറിയത്തില്ല, അന്ന് എന്റെ മാതാവ് നഷ്ടപ്പെട്ടു പോകുമെന്നോ, ആ സഹോദരൻ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോകുമെന്നോ, ഇങ്ങനെയൊക്കെ എന്റെ കുടുംബത്തിൽ സംഭവിക്കുമെന്നോ ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഹല്ലേലൂയ. അന്നേരത്തെ കാര്യം, പപ്പ മദ്യപാനിയാണല്ലോ. ഒരു സമാധാനമില്ലാത്തൊരു വീട്, അവിടെയാ ജനിച്ച് വളർത്തപ്പെട്ടത്. ഒരു സമാധാനവും എൻ്റെ സഹോദരങ്ങള്, ഞാനും എൻ്റെ മാതാവും അനുഭവിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ അനുഭവിച്ചത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ്. പക്ഷെ ഇത്രയും ഒരു എൻ്റെ കുടുംബം തകരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ ഇവിടെ വന്നുവെങ്കിലും എൻ്റെ കർത്താവ് എന്നെ കൈവിട്ടില്ല. 2000 എൻ്റെ കർത്താവിനെ അറിയാനായിട്ട് എനിക്ക് ഭാഗ്യം ലഭിച്ചു. ഇന്ന് 2018 മുതൽ എൻ്റെ കർത്താവ് വേല ചെയ്യാന്
എൻ്റെ ദൈവം എന്നെ സഹായിച്ച് ഈ നിമിഷം വരെ നടത്തിക്കൊണ്ടിരിക്കുക. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ സാക്ഷ്യം ഒരുപാട് പേരോട്, ഇപ്പം അധികം പേരോട് ഞാൻ സാക്ഷ്യം പറയാറുണ്ട്. ഒരു ദിവസം ഞായറാഴ്ച ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് ആരാധനയ്ക്ക് പോവുക. അന്നേരം എൻ്റെ കയ്യിൽ ഒരു 120 രൂപയുണ്ട്. സാമ്പത്തികത്തിലാണ് കർത്താവ് എന്നെ പിടിച്ചത് കേട്ടോ. ചിലര് രോഗത്തിലാണെങ്കിൽ, എന്നെ സാമ്പത്തികത്തിലും രോഗത്തിലും. എൻ്റെ അച്ചായൻ 33.5 വയസ്സിൽ ആദ്യത്തെ അറ്റാക്ക്, പിന്നെ എൻ്റെ മോന് 10-11 സർജറി. ഇതെല്ലാം അനുഭവിച്ചത് അതേ മക്കളെ. സാമ്പത്തികത്തിന്റെ ഞെരുക്കമാണ് ഞങ്ങൾ അനുഭവിച്ചത്. അപ്പോൾ 120 രൂപ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ മോനോട് പറഞ്ഞു, മോനെ 100 രൂപയ്ക്ക് നമുക്ക് പെട്രോൾ അടിക്കാം, 20 രൂപ നമുക്ക് സ്വോത്ര കാഴ്ച ഇടാം. മോന് എന്നിട്ട് ഞങ്ങൾ അന്ന് 3 പേര് ബൈക്കിൽ പോകുന്നതിന് കുഴപ്പമില്ല, ഇന്നാണല്ലോ ബുദ്ധിമുട്ട്. അന്ന് ഞങ്ങൾ 3 പേരും കൂടെ 2018 ഞങ്ങള് ചർച്ചിലോട്ട് പോവുക. ആ സമയത്ത് ചർച്ചിൽ ഞങ്ങൾ പെട്രോൾ അടിക്കാൻ അങ്ങ് മറന്നുപോയി. ഞാൻ ചർച്ചിൽ ചെന്നു. അപ്പം സ്തോത്ര കാഴ്ചയുടെ സമയത്ത് ഞാൻ എൻ്റെ മോന്റെ കയ്യിൽ 20 രൂപ കൊടുത്തു സ്തോത്ര കാഴ്ച ഇടാൻ. ഞാൻ ഈ 100 രൂപ സ്തോത്ര കാഴ്ച അങ്ങ് ഇട്ടു. പെട്രോൾ ഇല്ലേലും വേണ്ടില്ല, എനിക്ക് സ്തോത്ര കാഴ്ച ഇടണം. അപ്പൊ എൻ്റെ മോള് ഫ്രണ്ടിലിരുന്ന് വേദപുസ്തകത്തിൽ നിന്ന് ഒരു 10 രൂപ എടുത്തിട്ട് പറയാം, മമ്മി എനിക്കുണ്ട് സ്തോത്ര കാഴ്ച ഇടും. ഞാൻ പറഞ്ഞു മോളും ഇട്ടോളാം പറഞ്ഞു. അങ്ങനെ 130 രൂപ ചർച്ചില് സ്തോത്ര കാഴ്ച ഇട്ടിട്ട് ആരാധന കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, മോനെ സ്വോത്രം പറഞ്ഞോണ്ട് വണ്ടി എടുത്തോ, വീട്ടിൽ ചെന്നിട്ട് നിൽക്കാവുള്ളൂ. അപ്പൊ ചെങ്ങന്നൂര് പിന്നെ ആഞ്ഞിലിമൂട്ടിന്ന് കലിശ്ശേരി വരെ. അപ്പം മോന് സ്വോത്രം പറഞ്ഞു വണ്ടി എടുത്തു. ഞങ്ങൾ വീട്ടിൽ വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തില്ല. അതിനു മുമ്പ് എന്റെ തൊട്ടടുത്ത് ഞാൻ താമസിക്കുന്ന വീടിന്റെ ആ ഓണറിന്റെ ഒരു കസിനാണ് ഞങ്ങൾ തൊട്ടടുത്ത് താമസിക്കുന്നത്. അവിടെ ഒരു അമ്മിച്ചി ഇന്ന് കർത്താവിന്റെ സന്നിധി ചേർക്കപ്പെട്ടു. അന്ന് എന്നെ വിളിക്കുകയാണ്, സിനിമോളെ എന്നെ വിളിക്കുക ഗേറ്റിന്റെ അവിടെ നിന്നിട്ട്. അപ്പൊ അമ്മിച്ചി ഒരു കൈ പുറകി വെച്ചു, ഒരു കൈ ഇങ്ങനെ, അപ്പൊ വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയരുത് എന്നുള്ള ഇതിൽ അമ്മിച്ചി നന്മ തരുന്നു. അപ്പൊ എന്നെ വിളിക്കുക. അപ്പൊ ഞാൻ ചെന്നപ്പോൾ എൻ്റെ കൊച്ചുമോൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാന് നിനക്ക് വേണ്ടി ഒരു ചെറിയ നന്മ മോനോട് മേടിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് മക്കളെ 5000 രൂപ. ഞാൻ എത്രയോ സ്തോത്ര കാഴ്ച ഇട്ടെ? 130 രൂപ ഞാനും എൻ്റെ മക്കളും കൂടെ സ്തോത്ര കാഴ്ച ഇട്ടു. ഒരു 2 രൂപ എൻ്റെ വീട്ടിലിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇതിനാൽ നിങ്ങൾ എന്നെ പരീക്ഷിപ്പീൻ എന്നൊരു വചനമുണ്ട് അല്ലേ? വഴിപാടിലും ദശാംശത്തിലും തന്നെ. നമ്മുടെ അപ്പ ആർക്കും കടക്കാരനല്ല. കടഭാരവും സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നു എങ്കിൽ നമ്മുടെ അപ്പച്ചൻ ആർക്കും കടക്കാരനല്ല. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ മാസം 2 മാസം മുമ്പ് ഉണ്ടായ ഒരു കാര്യമാണ്. എനിക്കിവിടെ ചെറിയ വാടകയല്ല, വലിയ വാടക. കാരണം ചെറിയ വാടകയ്ക്ക് വീട് കിട്ടാനില്ല മക്കളെ. എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണമല്ലോ, എനിക്ക് വാടക കൊടുക്കാനില്ല. അന്നേരം ഞാൻ കട്ടിലേലിരിക്കുക. അപ്പൊ പിന്നെ വ്യാഴാഴ്ച ഇവിടെ മീറ്റിംഗ് കഴിഞ്ഞു, ആന്റിമാരൊക്കെ പോയി കഴിഞ്ഞ സമയത്ത് ഞാൻ ആ കട്ടിലേലിരുന്ന് അപ്പായേ എന്നൊന്ന് വിളിച്ചേ ഉള്ളൂ. കാരണം എനിക്ക് പിറ്റേ ദിവസം വാടക കൊടുക്കണം. ഞാൻ എൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് നോക്കിപ്പോണ്ട് 25,000 രൂപ ഒരു ആന്റിയുടെ അനിയത്തി ഇട്ടതാ. ഹല്ലേലൂയ. എന്നാ മോളെ എന്ന് പറഞ്ഞ് അപ്പ പോക്കറ്റിൽ നിന്ന് എടുത്തു തരുന്ന പോലെയാ ദൈവം നമ്മളെ നടത്തുന്നത്. ഇതുപോലെ തന്നെയാണ് എൻ്റെ ശരീരത്തില് അന്ന് ആ സ്റ്റിച്ചിങ് സെന്ററിൽ വെച്ച് ഉണ്ടായ ആ ശരീരത്തിലുണ്ടായ അനുഭവം എനിക്ക് കഴിഞ്ഞിടയ്ക്ക് 4ാമത്തെ പ്രാവശ്യം എൻ്റെ ശരീരത്തിലുണ്ടായി. ഞാൻ ഈ പായെ നെടുമ്പാട് കിടക്കുകയാണ്. ഡോക്ടർമാരെ ഡോക്ടറാക്കിയ ഡോക്ടറാ നമ്മുടെ അപ്പ. ഹല്ലേലൂയ. നമ്മുടെ അപ്പയെക്കാളും വലിയ ഡോക്ടർമാരില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ കർത്താവിനേക്കാളും വലിയ ഡോക്ടർമാരില്ല. നമ്മുടെ കർത്താവിനേക്കാളും വലിയ ഹല്ലേലൂയ സ്തോത്ര സമ്പന്നനില്ല. ഹല്ലേലൂയ. അഖിലാണ്ടത്തെ ഒരു വാക്കിനാൽ ഉളവാക്കിയത്. നമ്മുടെ ഈ ഭൂമിയിൽ ഒരു കരിയില അനങ്ങുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അപ്പ അറിഞ്ഞിട്ട. അത് നമ്മുടെ അപ്പായുടെ ശ്വാസത്തിലാണ് ആ കരിയില ചലിക്കുന്നത്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. ഹല്ലേലൂയ സ്തോത്രം. എന്തെങ്കിലും നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ അത് നമ്മുടെ വിശ്വാസത്തിന്റെ കുറവായില്ലേ? നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ അല്ലേ, നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കണമെന്ന് ഹല്ലേലൂയ വചന മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ആ പുനരുദ്ധാന ശക്തി നമ്മുടെ മേൽ ആ ജീവൻ വ്യാപരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ആദ്യം കരയാനൊന്നും കർത്താവ് അനുവദിക്കത്തില്ല. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തില്
വെളിപ്പെടുവാനായിട്ട് ഇടയാകും. കർത്താവ് ഹല്ലേലൂയ സ്തോത്രം നമ്മളെ സഹായിക്കട്ടെ. ഞാൻ അല്പസാക്ഷ്യം പറയാതെ എനിക്ക് വചനത്തിലേക്ക് കയറാൻ കഴിയത്തില്ലല്ലോ. ഇപ്പൊ ഒരു 10 മിനിറ്റും കൂടെ എടുത്താൽ സിസ്റ്റർ എനിക്ക് തന്നിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ, നമുക്ക് ഈ വചനത്തിലേക്ക് ഒന്ന് കയറാം. നാമോ സഹോദരന്മാരെ, ഇസഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു. എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. നമുക്കറിയാം, കയീന് ഹാബേലിനെ കൊന്നു അല്ലേ? ഹല്ലേലൂയ. അപ്പോൾ എന്തുകൊണ്ടാണ് ഹാബേലിന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചത് കൊണ്ട്, അല്ലാണ്ട് തെറ്റ് ചെയ്തത് കൊണ്ടല്ല. കയീന് ഹാബേലിനെ കൊന്നു അല്ലേ? ആരാണ് അവിടെ ജീവിക്കാനിടയായത്? കയീനാണ്. അപ്പോൾ കയീനോട് പറയാണ്, നീ ഭൂമിയില് അധ്വാനിക്കും, നിനക്ക് നില ഒന്നും തരത്തില്ലെന്ന്. അപ്പോൾ നമുക്ക് പിന്നെ കാണാം 5-ാം അധ്യായത്തില് നമുക്ക് പിന്നെ ഹല്ലേലൂയ ലാമേക്ക് അല്ലേ, എനിക്ക് സമാധാനം, ദൈവം ശപിച്ച ഭൂമിയില് എനിക്ക് സമാധാനത്തിന് ഒരു മകനെ തന്നു എന്ന് പറഞ്ഞ് നോഹ എന്ന് പേരിട്ടു. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ സമാധാനത്തിന്റെ പുത്രനായിട്ട് പിന്നെ ജനിക്കുന്നത് നോഹയാണ്. പിന്നെ നോഹയിലൂടെയാണ് പിന്നെ ഹല്ലേലൂയ ജനം ഉണ്ടാകാനിടയായത് ഇല്ലേ? നമുക്ക് കാണാം. അപ്പോൾ ഈ വാഗ്ദത്ത സന്തതിയെ ഇന്നും ഉപദ്രവിച്ചു കൊണ്ടുവരികയാണ്. ജഡത്താൽ ജനിച്ചവരാണ് വാഗ്ദത്ത സന്തതികളെ, വാഗ്ദത്തത്താൽ ജനിച്ചവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവിൽ നിറയപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവര്, ഹല്ലേലൂയ, ജഡത്താൽ നടത്തപ്പെടുന്നവരുടെ ആ വേദന, അവരിലൂടെയുള്ള വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടത്? ആരാണ് ദ്രോഹിക്കപ്പെടുന്നത്? ആരാ വേദനിക്കപ്പെടുന്നത്? ഹല്ലേലൂയ സ്തോത്രം. വാഗ്ദത്ത സന്തതിയാ ഇല്ലേ? ഹല്ലേലൂയ. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം നമുക്ക് പഠിക്കുമ്പോൾ അറിയാം, ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തില് അബ്രഹാമിനോട് പറയുകയാണ്, നീ എന്റെ മുമ്പാകെ നിഷ്കളങ്കനായി നടക്ക, എന്റെ നിയമം എനിക്ക് നിന്നിൽ സ്ഥാപിക്കാനുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ നിയമം സ്ഥാപിക്കപ്പെടുന്നത് ഹല്ലേലൂയ ഉൽപ്പത്തി 17-ല് അല്ലെ, 99-ാമത്തെ വയസ്സിലാണ് അബ്രഹാമിനോട് ദൈവം സംസാരിക്കുന്നത്. 12-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാം, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടാൻ പറയുന്നു. ഒരു വലിയ പുറപ്പാട്. കണ്ട ദേശമല്ല, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുവാണ്. അപ്പോൾ ഞാൻ നിനക്കൊരു സന്തതിയെ, നിന്റെ സാറ ഒരു മകനെ പ്രസവിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ സാറ ചിരിക്കുന്നു. അബ്രഹാം പറയാണ് 17-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തില്, ഇശ്മയേൽ നിന്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു. അതിന് ദൈവം അരുളി ചെയ്തത്, അല്ല, നിന്റെ ഭാര്യയായ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും. നീ അവന് ഇസ്ഹാക്ക് എന്ന് പേരിടണം. ഞാൻ അവനോടും അവന്റെ ശേഷം അവന്റെ സന്തതിയോടും എന്റെ നിയമത്തെ നിത്യനിയമമായി ഉറപ്പിക്കും. ഇശ്മയേലിനെ കുറിച്ച് ഞാൻ നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. ഞാൻ അവനെ അനുഗ്രഹിച്ച് അത്യന്തം സന്താനപുഷ്ടിയുള്ളവനാക്കി വർദ്ധിപ്പിക്കും. അവൻ 12 പ്രഭുക്കന്മാരെ ജനിപ്പിക്കും. ഞാൻ അവനെ വലിയൊരു ജാതിയാക്കും. എന്റെ നിയമം ഞാൻ ഉറപ്പിക്കുന്നതോ ഇനിയത്തെ ആണ്ട് ഈ സമയത്ത് സാറ നിനക്ക് പ്രസവിപ്പാനുള്ള ഇസഹാക്കിലാകുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, എനിക്കൊരു ദൂത് ദൈവമക്കളോട് കൈമാറാനുണ്ട്. ആ ഒരു വിഷയത്തിലേക്കാണ് ഞാൻ കടന്നു വരാൻ ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി 21-ന്റെ 17-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൈവത്തിന്റെ ദൂതൻ ആകാശത്തു നിന്ന് ഹാഗാറിനെ വിളിച്ച് അവളോട്, ഹാഗാരെ, നിനക്കെന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക. ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കുമെന്ന് അരുളി ചെയ്തു. ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ ഒരു നീരുറവ കണ്ടു. ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ചു, ബാലനെ കുടിപ്പിച്ചു. ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു. 20-ാം വാക്യം ദൈവമക്കൾ ശ്രദ്ധിക്കണമേ. ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ മരുഭൂമിയിൽ പാർത്തു. മുതിർന്നപ്പോൾ ഒരു വില്ലാളിയായി തീർന്നു. കണ്ടോ? യഹോവ ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അവൻ വളർന്നപ്പോൾ അവൻ ഒരു വില്ലാളിയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പല പ്രാവശ്യം ദേവദാസന്മാരും അഭിഷിക്തന്മാരും അഭിഷിക്തമാരൊക്കെ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഹാഗറിന്റെ കണ്ണു തുറന്നു, നീരുറവ കണ്ടെന്ന്. എനിക്ക് ആ നീരുറവയല്ല വേണ്ടത്. അത് പറയാനാ ഞാൻ ഇത്രയും പറഞ്ഞത്. എനിക്ക് ഹാഗറിന്റെ നീരുറവയല്ല, മരുഭൂമിയിൽ തുറന്ന നീരുറവയല്ല എനിക്ക് വേണ്ടത്. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 37-ാം വാക്യത്തിൽ പറയുന്ന
ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഹല്ലേലൂയ. ഈ ജീവന്റെ നദിയാണ് നമ്മളിൽ നിന്ന് ഒഴുകപ്പെടേണ്ടത് ദൈവമക്കളെ. ഹാഗറിന്റെ നീരുറവയും കൊണ്ട് ഇരിക്കുകയാണ് എല്ലാവരും. ഹല്ലേലൂയ. ഹാഗറിന്റെ മരുഭൂമിയിലെ നീരുറവയല്ല നമുക്ക് ആവശ്യം. ദാസ്യം കുഞ്ഞിനെ പുറത്താക്കി കളക എന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുക. ഹല്ലേലൂയ. അതാരാണെന്ന് വചനം വ്യക്തമാക്കി ആ 21 വാക്യം മുതൽ വായിക്കുമ്പോൾ ഇതാരാണ് ദാസി, ഇതാരാണ് കുഞ്ഞ് എന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. ദാസി വന്നു, ഹാഗർ വന്നു, പിന്നെ ഇശ്മേൽ വന്നു, ഇശ്മേലിന്റെ മകൻ കേദാർ വന്നു. കേദാറിന്റെ പേരിന്റെ അർത്ഥം എന്നാ? ഇരുട്ട്. ചില വീടുകളില്, ദൈവഭവനങ്ങളില് ഹാഗാർ വന്നു, ഇശ്മേൽ വന്നു, പിന്നെ കൊച്ചുമകനും വന്നു. ആരാ? കേദാർ. അല്ലേ? ഹല്ലേലൂയ. സഹോദരന്മാർക്കെതിരെ പാർക്കുന്നവൻ അവൻ വന്നു, മൊത്തത്തിൽ ഇരുട്ടായി. ഹല്ലേലൂയ. എവിടെ നോക്കിയാലും ഇരുട്ട്. ഇന്നാരുടെയെങ്കിലും വീടിനെ ആ ഇരുട്ട് വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ ശക്തിയെ പുറത്താക്കി കളയാൻ ദൈവത്തിന്റെ ആത്മാവിന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുക. എങ്ങനെയാണ് ഇരുട്ട് പുറത്തു പോകുന്നത്? ഹല്ലേലൂയ. ഹല്ലേലൂയ. വെളിച്ചമുള്ളിടത്ത് ഇരുളിന് വസിപ്പാൻ കഴിയത്തില്ല, അല്ലേ? വെളിച്ചത്തിന് ഫലമുണ്ട്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതൊന്ന് വായിക്കാമോ ആരെങ്കിലും? അഞ്ചാം അധ്യായത്തിന്റെ കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. കണ്ടോ? അപ്പൊ കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കത്രേ വേണ്ടത്. ഹല്ലേലൂയ. അപ്പൊ വെളിച്ചത്തിന് ഫലമുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയാ. എന്താണ്? സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഇവിടെ സത്യത്തിന്റെ ഫലം കൊടുത്തിട്ടുണ്ട്, അല്ലേ? എഫേസ്യർക്ക് എഴുതിയ ലേഖനം ഹല്ലേലൂയ 4-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തില് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുക. അപ്പൊ വെളിച്ചത്തിന് ഫലമുണ്ട്, സത്യത്തിനും ഫലമുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ, അല്ലേ, നമ്മളെ തന്നെ ടെസ്റ്റ് ചെയ്യണമെന്ന് കൊരിന്ത്യർക്ക് എഴുതി 2 കൊരിന്ത്യർ അതിന്റെ 13-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ അതിന്റെ 5-ാം വാക്യത്തിലാണ് തോന്നുന്നു. 2 കൊരിന്ത്യർ അതിന്റെ 13-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ഇങ്ങനെ പറയുന്നു: നിങ്ങളെ തന്നെ പരീക്ഷിച്ചു. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ. ഹല്ലേലൂയ. നമ്മളെ പരീക്ഷിക്കണമെന്ന്, പരിശോധിക്കണമെന്നല്ലേ? ഹല്ലേലൂയ. നമ്മൾ വിശ്വാസത്തിൽ തന്നെയാണോ ഇരിക്കുന്നത് എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ. മറ്റൊരുവനെ പരീക്ഷിക്കാനല്ല പറഞ്ഞത്, നമ്മുടെ മക്കളെ പരീക്ഷിക്കാനല്ല, നമ്മുടെ പ്രിയപ്പെട്ടവനെ പ്രിയപ്പെട്ടവളെ പരീക്ഷിക്കാനല്ല പറയുന്നത്, നമ്മെ തന്നെ പരീക്ഷിക്കാൻ. ഞാൻ വിശ്വാസത്തിൽ നിൽക്കുന്നുവോ? ഇവിടെ അപ്പച്ചൻ വരാൻ സമയമായി, നമ്മുടെ അപ്പായുടെ വരവ് വാതിക്കലായി. ദൈവമക്കളെ, ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ഏതെങ്കിലും നീരുറവയുടെ പുറകെ പോകാനല്ല, ഹല്ലേലൂയ സ്തോത്രം, എന്തിന്റെയെങ്കിലും പുറകെ പോകാനല്ല. ആത്മാവിന്റെ നിറവ് പ്രാപിച്ച്, അഭിഷേകത്തിന്റെ നിറവ് പ്രാപിച്ച് അപ്പാ പിതാവേ എന്ന് വിളിപ്പാൻ, പുത്രത്വത്തിന്റെ ആത്മാവിന്റെ അവകാശത്തിലേക്ക് കയറുവാൻ. ഹല്ലേലൂയ. ദാസിയെ മകനെ ചുമന്നുകൊണ്ട് നടന്ന ദാസ്യത്തിന്റെ ആത്മാവിനെ, രണ്ടും ഒരുപോലെ ഇരിക്കും, ഇല്ലേ? ആ പിശാചുതാനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കും. നമുക്ക് കാണാൻ പറ്റും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ അതിന്റെ 2-ന്റെ അല്ലേ, 2-ന്റെ 14 മുതല് വായിക്കുമ്പോൾ, ആരും എടുക്കണ്ട, ഞാൻ പറഞ്ഞു പോകാം. വക്രതയും കോട്ടവും ഉള്ള ജനത്തിന്റെ നടുവില് നിങ്ങൾ അനുന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിസുകളാകണം. അവിടെയൊക്കെ ഒരു ജ്യോതിസ് കാണാം, അല്ലെ? ഇപ്പൊ യൂദായുടെ ലേഖനത്തിൽ നമുക്കൊരു ജ്യോതിസ് കാണാം. അതാരാ?
വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ അല്ലേ, രണ്ടൂര് ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ. ഹല്ലേലൂയ. അവര് അവരെന്താണ്, അതിനെന്താണ് പറഞ്ഞിരിക്കുന്നത്? 12-ാം വാക്യം, യൂദായുടെ ലേഖനം 12 അല്ലേ, അതിന്റെ താഴെ, ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടൂര് ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ, തങ്ങളുടെ നാണക്കേട് നുരച്ചു തള്ളുന്ന കൊടിയ കടൽത്തിരകൾ, സദാകാലത്തേക്കും അന്ധതമസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ തന്നെ രണ്ട് നക്ഷത്രമായിട്ട് നിൽക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഇതിൽ ഏത് നക്ഷത്രമാണ്? ഹല്ലേലൂയ. നമ്മൾ നമ്മളെ തന്നെ പരീക്ഷിക്കണം, നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കണം. നമ്മുടെ മേൽ ഉദിച്ചിരിക്കുന്ന ആത്മാവ് ഏതാണ്? ഫലം നോക്കിയാൽ മതി. വെളിച്ചത്തിന്റെ ഫലമായ സൽഗുണവും നീതിയും സത്യവും, ഹല്ലേലൂയ, സത്യവും നമ്മളിൽ ഇല്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം തന്നെ പറയുമ്പോൾ 4:3 തോന്നുന്നു, ഇങ്ങനെ പറയുന്നുണ്ട്. ക്ലേമന്ത് അല്ലേ, ക്ലേമന്ത്, ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത്. പൗലോസിന് ഭയങ്കര ഉറപ്പാണ് ക്ലേമന്തിന്റെ പേര് ജീവപുസ്തകത്തിലുണ്ടെന്ന്. അപ്പോൾ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ അവസാന വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം, 14-ാം വാക്യം, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. അപ്പൊ ഇവിടെ ക്ലേമന്തിന്റെ പേര് എവിടെ ഉണ്ട്? ജീവപുസ്തകത്തിലുണ്ടെന്ന്. ഹല്ലേലൂയ. നമ്മുടെ പേര് ജീവപുസ്തകത്തിലുണ്ടോ? ദൈവമക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഹല്ലേലൂയ. ആത്മാവ്, എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. പരിശുദ്ധ ആത്മാവാണ് നമ്മുടെ അപ്പ. നമ്മളെ വേർതിരിച്ചിരിക്കുന്നു, നമ്മളെ സെലക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് പരിശുദ്ധാത്മാവിന്റെ മുദ്ര. കർത്താവ് നമ്മളെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചിരിക്കുക. അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രമാണോ കർത്താവ് നമുക്ക് ഈ അഭിഷേകം നൽകി തന്നിരിക്കുന്നത്? വെറും അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കാൻ മാത്രമല്ല. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ഒറ്റൊരു അനുഭവം ദൈവമക്കളോട് ഒരു സാക്ഷ്യം പറഞ്ഞുകൊണ്ട്, അധികം സമയമില്ലല്ലോ, എനിക്കിവിടെ ഒരു പാസ്റ്ററുടെ ഭാര്യ എന്നെ വിളിക്കാറുണ്ട്, പ്രാർത്ഥിക്കാൻ വിളിക്കാറുണ്ട്. പത്തനാപുരത്തുനിന്ന്. അവിടെ ആ സിസ്റ്റർ എന്നോട് പറയാ, സിനിയാൻറ്റി, എൻ്റെ മോള് ഇവിടെ ഒരു സന്തോഷ വാർത്ത ഉണ്ടായി. എൻ്റെ മോൾ ഇന്ന് സ്കൂളിൽ പോയപ്പോൾ ഒരു സന്തോഷവും കൊണ്ടാ വന്നേ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നാ സിസ്റ്ററെ? അപ്പൊ പറയാണ്, ഈ മോളുടെ ഒരു കൂട്ടുകാരി, അവളൊരു കുഞ്ഞു മോളാകട്ടോ, എനിക്ക് തോന്നുന്നു ഒരു 10 വയസ്സുണ്ടോന്ന് അറിയത്തില്ല, അതിൽ താഴെങ്ങാണ്ട പ്രായം. അപ്പൊ ഈ കുഞ്ഞ്, ഹല്ലേലൂയ, അവളുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ ഒരു സമാധാനമില്ല. ആ കുഞ്ഞ് എപ്പോഴും ഈ കൂട്ടുകാരിയോട് വന്ന് പറയാം, എൻ്റെ വീട്ടിലെ പപ്പായും മമ്മിയും എപ്പോഴും വഴക്കാം, എന്നാ ചെയ്യണേന്ന് അറിയത്തില്ല, പേടിയായിരിക്കുന്നൊക്കെ ഈ കുഞ്ഞിനോട് പറയാണ്, ഈ പാസ്റ്ററുടെ മോളോട്. അപ്പം ഈ മോള് പറഞ്ഞു കൊടുത്തു, നീ ഒരു കാര്യം ചെയ്യ, യേശുപ്പച്ചനോട് പ്രാർത്ഥിക്ക, നിന്റെ വീട്ടില് സമാധാനം യേശുപ്പച്ചൻ തരും. ഹല്ലേലൂയ. അപ്പോൾ ഈ കുഞ്ഞ് അപ്പൊ യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം ഈ കുഞ്ഞ് പിറ്റേ ദിവസം ചെന്നേച്ച് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യാവോ, നിനക്ക് യേശുപ്പച്ചനെ ഇഷ്ടമാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യാമോ, നീ അവിടെ അടുത്ത് എവിടെയെങ്കിലും സഭയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പ്രാർത്ഥിക്കാൻ പോകണം. അപ്പൊ നിനക്ക് ഭയങ്കര വിടുതൽ നടക്കും. അപ്പൊ ഈ കുഞ്ഞി പാസ്റ്റർ മോളാണല്ലോ, അപ്പൊ എങ്ങനെയാലും ആത്മാവിനെ നേടും. അപ്പൊ ഈ പപ്പായും മമ്മിയും ആത്മാക്കളെ നേടുന്നത് ഈ കുഞ്ഞ് കണ്ടോണ്ടിരിക്കുക, കുഞ്ഞിനെയും കൊണ്ടാ പോകുന്നത് ആത്മാക്കളെ നേടാൻ. അപ്പൊ ഈ മോള് പറഞ്ഞു, നിന്റെ വീടിന്റെ അടുത്ത് എവിടെയെങ്കിലും സുവിശേഷം ഒക്കെ പറയുന്ന പാസ്റ്റർമാരോ സഭയൊക്കെ ഉണ്ടെങ്കിൽ നീ അവിടെ ഒരു ദിവസം പോയി നിന്റെ വീട്ടിലെ കാര്യം പറഞ്ഞാൽ മതി, ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ മതി, നിന്റെ വീട്ടിൽ ഭയങ്കര സമാധാനമായിരിക്കുന്നു. അപ്പൊ ഈ മോള്, അപ്പൊ ഈ കുഞ്ഞിന്റെ വർത്താനമൊക്കെ കേട്ട് ഈ കുഞ്ഞു പോയിട്ട് പിറ്റേ ദിവസം ആ ആഴ്ച ഞായറാഴ്ച അപ്പനോടും അമ്മയോടും പറഞ്ഞു, പപ്പായോടും മമ്മിയോടും പറഞ്ഞു, ഇതേണ്ട എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ പോവാന്നും പറഞ്ഞ്, അവിടെ തൊട്ടടുത്ത് പോകുവാന്നും പറഞ്ഞ്, അവിടെ അടുത്തൊരു പെന്തക്കോസ്. അപ്പൊ ഈ മോള് പറഞ്ഞു കൊടുത്തു, പള്ളിയിലൊന്നും പോയി കയറരുത്, കുരിശ് വെച്ച ഇങ്ങനെ പള്ളിയിലൊന്നും പോരാ, അത് അമ്പലം പോലെ ഉള്ളൂ, പെന്തക്കോസ് ചർച്ച് എഴുതിയേക്കുന്നിടത്ത് പോകണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ഈ മോള് അങ്ങനെ ഒരു സഭയിലോട്ട് ചെന്നപ്പോൾ ഒരു 10:30 ഒരു കുഞ്ഞു മോള് നടന്നു വരുന്നത് പാസ്റ്റർ കാണുകയാണ്. പാസ്റ്റർ പെട്ടെന്ന് ആ സ്റ്റേജിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നു. ഈ കുഞ്ഞിനെ ആദ്യമായിട്ട് കാണുക. മോളെ എവിടുന്നാ വരുന്നേ, എന്തിനാ വന്നേ? ഹല്ലേലൂയ. അതെ, ഞാൻ പ്രാർത്ഥിക്കാനാങ്ങളെ വന്നത്. ഹല്ലേലൂയ. എന്നാ കാര്യം? ഇന്നതാ വിഷയം. എൻ്റെ കൂട്ടുകാരിയായി എന്നോട് പറഞ്ഞത്, ഇങ്ങനെ വന്നാ മതി, പ്രാർത്ഥിച്ച എൻ്റെ വീട്ടിലെ പപ്പായും മമ്മിയുടെ വഴക്കൊക്കെ മാറും, ഞങ്ങളുടെ വിഷയങ്ങളെല്ലാം മാറും, എൻ്റെ കൂട്ടുകാരി എനിക്ക് പറഞ്ഞു തന്നതെന്ന് പറഞ്ഞു.
ഈ ദൈവദാസൻ ആ കുഞ്ഞിന് വേണ്ടിയായിരുന്നു അന്നത്തെ വിശുദ്ധി ആരാധന, ആ ദിവസത്തെ പ്രാർത്ഥന ഈ കുഞ്ഞിന് വേണ്ടിയായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഈ കുഞ്ഞ് പിറ്റേ ഞായറാഴ്ച വരാൻ തുടങ്ങി. രണ്ട് മൂന്നാഴ്ച ഈ കുഞ്ഞ് തന്നെ സഭയിൽ കടന്നു വരാൻ തുടങ്ങി. പിന്നെ ഒരു 3-4 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞ് അവരുടെ പപ്പായെയും മമ്മിയെ കൂട്ടിക്കൊണ്ട് വരാൻ തുടങ്ങി. ഹല്ലേലൂയ. ചിന്തിച്ചു നോക്കിക്കേ, ഇതാണ് സുവിശേഷം. ഹല്ലേലൂയ. അവിടെ ആളോ പേരോ വലിയവനെന്നോ ചെറിയവനെന്നോ ഒന്നുമില്ല. ശിശുക്കളുടെ വായിൽ, മുല കുടിക്കുന്ന ശിശുക്കളുടെ വായിൽ ബലം കൽപ്പിക്കുന്ന നമ്മുടെ അപ്പ. ഹല്ലേലൂയ, സ്തോത്രം. ആരുടെ ഉള്ളിലാണോ സുവിശേഷത്തിന്റെ വിത്ത് വീണിരിക്കുന്നത് അവർക്ക് വെറുതെ ഇരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അധികം സമയമില്ലല്ലോ, എന്റെ സമയം കഴിഞ്ഞു, ഒരുപാട് സമയത്തിലേക്ക് പോയി. ദൈവമക്കളെ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ ഹല്ലേലൂയ നിർത്താൻ പോവുക. ഹല്ലേലൂയ. അതുകൊണ്ട് 1-2 കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. എനിക്ക് 1 മണിക്കൂറിനോ 2 മണിക്കൂറിനോ എനിക്കൊന്നുമില്ല. ഞാനൊരു 3-4-5 മണിക്കൂർ ദൈവത്തിന്റെ വചനവുമായിട്ട് നിൽക്കുന്ന ഒരാളാ. ഹല്ലേലൂയ. എനിക്ക് അതിനുള്ള സമയം ഇവിടെ ഉണ്ട്. ഇവിടെയാണല്ലോ കൂട്ടായ്മ നടക്കുന്നത്. എന്റെ ദൈവ കുഞ്ഞുങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. അപ്പോൾ നമുക്ക് അനേകരെ ഈ കർത്താവിന്റെ സ്നേഹത്തിലേക്ക് ഈ ദിവസങ്ങളിൽ നടത്താനായിട്ട് അപ്പ സഹായിക്കട്ടെ. ഞാൻ എന്തുകൊണ്ടാണ് ഈ സുവിശേഷം പറയാൻ ഇടയായത്? പാവികളെ തേടി കർത്താവ് വന്നത് കൊണ്ടല്ലേ എനിക്ക് നിങ്ങളുടെ മുമ്പില് ഈ വചനവുമായിട്ട് നിൽക്കാൻ എന്റെ കർത്താവ് എന്നെ സഹായിക്കാൻ ഇടയായത്. പാവികളെ തേടി വന്നത് കൊണ്ട് ഞാനും ഇന്ന് കർത്താവിന്റെ വേലക്കാരിയായി. അനേകരെ അപ്പച്ചൻ വരാൻ സമയമായി. നമ്മുടെ അപ്പായുടെ വരവ് വാതിക്കലായി. ഏതാത്മാവിനെയാണ് നമ്മൾ പ്രാപിച്ചിരിക്കുന്നതെന്ന് നമ്മളെ തന്നെ പരിശോധിക്കണം. ഹല്ലേലൂയ. ദാസിയെയും കുഞ്ഞിനെയും ഹാഗറും അതെന്നാ വില്ലാളി, അവൻ യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ വളർന്നു വലുതായപ്പോൾ അവൻ ഒരു വില്ലാളിയായി തീർന്നു. ഈ ദാസ്യത്തിന്റെ ആത്മാവ് പ്രാപിച്ച അനേകരിന്ന് ദൈവസഭയ്ക്കകത്തുണ്ട്. അതുകൊണ്ടാണ് കലഹം ഉണ്ടാകുന്നത്, സമാധാനമില്ലാത്തത് വീടുകളില്. ഈ ആത്മാവുള്ളവരുടെ വീടുകളിലാണ് സമാധാനമില്ലാത്തത്. ഈ ആത്മാവുള്ള സഭകളിലാണ് ഇന്ന് പ്രശ്നങ്ങളും കലഹങ്ങളും നടക്കുന്നത്. വലിയൊരു കൂട്ടം ദാസിയെയും കുഞ്ഞിനെയും പ്രാപിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇങ്ങനെ ഞാനും വിശ്വാസത്തിലാണ്, ഞാനും ദൈവ പൈതലാണെന്ന് പറഞ്ഞ് നടക്കുകയാണ്. അധികം സമയമില്ല ദൈവമക്കളെ. ഈ വചനത്താല് ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ഗലാത്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം ദൈവമക്കൾ നന്നായി വായിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഒരുപാട് കാര്യങ്ങള് നിങ്ങളോട് പറയണമെന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ആ 4 നദി, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്ന 4 നദി. ഹല്ലേലൂയ, സ്തോത്രം. ആത്മാവിന്റെ നിറവ്. ഈ നദി ചെന്ന് ചേരുന്നോടമെല്ലാം ജീവനുള്ളത് ചലിക്കും. യെഹെസ്കേൽ പ്രവചനം 47-നകത്ത് പറയാണ്, ഈ നദി അവിടെ വന്നതുകൊണ്ട് അനേക മത്സ്യങ്ങൾ ഉണ്ടായി. ഈ കൂട്ടായ്മയിലും അനേക മത്സ്യങ്ങൾ ഉണ്ടാകട്ടെ. അനേക ആത്മാക്കൾ കടന്നു വരട്ടെ. ഈ കൂട്ടായ്മ പരിശുദ്ധി ആത്മാവ് നിയന്ത്രിക്കട്ടെ. ദൈവദാസിയെ ശക്തമായി ദൈവ ദിവസങ്ങളിൽ ഉപയോഗിക്കാനായിട്ടിടയാകട്ടെ. ദൈവമക്കൾ ആത്മാവിൽ ഉണരാനിടയാകട്ടെ. ഒരു പുനരുത്ഥാന ശക്തി നമ്മുടെ മേൽ കർത്താവ് ഈ ദിവസങ്ങളിൽ അയക്കട്ടെ. ഹല്ലേലൂയ. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ദാസിയെയും കുഞ്ഞിനെ പുറത്താക്കി കളഞ്ഞുകൊണ്ട് ആ യജമാനത്തിന്റെ ആത്മാവിനെ പ്രാപിച്ച് നമുക്ക് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാമല്ലോ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. അല്പസമയം ദൈവ കുഞ്ഞുങ്ങളോട് തായിരിക്കാൻ എന്റെ കർത്താവ് എനിക്ക് ഒരുക്കിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അപ്പായേ, ഹല്ലേലൂയ, ഞങ്ങളെ കേൾപ്പിച്ചത് ഞങ്ങൾക്ക് 100 മേനി ഹല്ലേലൂയ ആത്മാവിൽ കൊയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒന്നും കെട്ടുപോവാൻ അനുവദിക്കല്ലേ. ആത്മാവിലൊന്നുണർന്ന് ആ കുഞ്ഞ് ഒരു കുടുംബത്തെ നേടിയതുപോലെ ഈ ദിവസങ്ങളില് അനേക കുടുംബങ്ങളെ ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ, ഈ പ്രകാശത്തിലേക്ക് നടത്തുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ. കടഭാരം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളുടെ വിഷയത്തിന്മേൽ വേദനിക്കുന്നവരുണ്ടെങ്കിൽ, സമാധാനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദുഃഖിക്കുന്നവരുണ്ടെങ്കിൽ, ഞെരുങ്ങുന്നവരുണ്ടെങ്കിൽ, യേശു കർത്താവിന്റെ നാമത്തില് ആ പുനരുത്ഥാന ശക്തി എന്റെ കുഞ്ഞുങ്ങളുടെ മേല് കർത്താവ് ഇപ്പോൾ അയക്കുമാറാകണമേ. ഉറക്കം
അതിനെ കെടുത്തിക്കൊണ്ട് ദൈവ കുഞ്ഞുങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ എന്റെ അപ്പയാർക്കും കടക്കാരനല്ലോ. ദൈവം മഹത്വം കുഞ്ഞുങ്ങളിൽ ഇറങ്ങുവാൻ എന്റെ കർത്താവ് സഹായിക്കണം. ഓരോ ഭവനത്തിന്റെ മേലും, ഓരോ ഉൾമുറിയുടെ മേലും, ഓരോ കുഞ്ഞുങ്ങളുടെ മേലും ദൈവം മഹത്വം ഇറങ്ങട്ടെ. അടിയങ്ങളോട് മനസ്സറിയണമേ. ഞങ്ങളായിരിക്കുന്ന ദേശം, രാജ്യം ഞങ്ങളാൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ പുരുഷന്റെ പൊന്നുകരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രിയ ക്രിസ്റ്റി സിസ്റ്ററെ ഒരിക്കൽ കൂടി ഏൽപ്പിക്കുന്നു. കുടുംബമായി ദാസിയെ മാനിക്കണം, പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണം. ദാസിയോട് ചേർന്ന് നിൽക്കുന്ന ഓരോ ദൈവദാസിമാരെയും ദൈവദാസന്മാരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അടിയനെ സമർപ്പിക്കുന്നു. തന്ന ഹല്ലേലൂയ ആശ്വാസത്തിനായി, സമാധാനത്തിനായി നന്ദി പറയുന്നു. സകല മഹത്വം അങ്ങേക്ക് യേശു കർത്താവിന്റെ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. പ്രിയ പിതാവ് കേൾക്കണമേ. പ്രിയ സിസ്റ്ററോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട്, ക്രിസ്ത്യ സിസ്റ്ററോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട്, ദൈവമക്കളോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ദൈവസന്നിധി താഴ്ന്നു. എന്താ പറഞ്ഞേ ഒന്നും എനിക്കറിയില്ല, എനിക്ക് ഒരുപാട് സമയം വേണം, എവിടെ തൊട്ട് തുടങ്ങണം എന്നറിയത്തില്ല, എവിടെ നിർത്തണം എന്നറിയത്തില്ല. അതുപോലത്തെ സാക്ഷ്യമായിട്ട് നടക്കുന്ന ഒരാളാണ്. ദൈവം ഏവരെയും സഹായിക്കട്ടെ. ഇത്രത്തോളം സമയം സിസ്റ്റർ എനിക്ക് തന്നത് ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. സ്തോത്രം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആന്റി ഫോൺ നമ്പർ തരുവോ? ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടേന് ആമേൻ. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആമേൻ. ഇത്രത്തോളം സമയം കർത്താവിന്റെ സന്നിധിയിൽ ആമേൻ തന്റെ സാക്ഷ്യവും ഹല്ലേലൂയ ദൈവവചനവുമായി നിൽക്കുവാൻ കർത്താവ് പ്രിയദാസിയുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന കൃപയോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം കേൾപ്പിച്ച അതിശക്തമായ മെസ്സേജിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആമേൻ. നമ്മൾ ആദ്യം പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് തന്നെ ഇന്ന് സിസ്റ്ററിലൂടെ നമ്മളോട് സംസാരിക്കണമെന്ന് ആമേൻ. അപ്രകാരം തന്നെ കർത്താവ് നമ്മളോട് സംസാരിച്ചു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പ്രിയ സിസ്റ്ററിനെയും കുടുംബത്തെയും പ്രിയ സിസ്റ്ററിന്റെ ശുശ്രൂഷകളെയും എല്ലാം ഓർത്തുകൊണ്ട് ആമേൻ സൂസി മമ്മി പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാമോ? സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം.